ചെയ്തെന്താ ജുറാസിക് പാർക്ക് നാട്ടിലൊക്കെ എവിടെ ഏകാതായല്ലോ എല്ലാവർക്കും മഴയാണോ ഇവിടെ മഴയായിരുന്നു ഇപ്പൊ കറണ്ട് വന്നു ഇടയ്ക്കിടയ്ക്ക് പോവാണ് കേട്ടോ എപ്പോഴെങ്കിലും ഞാൻ കട്ടായി പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ നിന്നാൽ മതി ഞാൻ മൊബൈൽ വഴി വരാം ഇവിടെ മഴ പെയ്യുന്നില്ല നമുക്ക് മൂടി കെട്ടി കറണ്ട് അങ്ങനെ ഇടയ്ക്ക് വന്നും പോയി കറണ്ട് പോയാൽ പിന്നെ നെറ്റ് കിട്ടില്ല നെറ്റ് കിട്ടിയില്ല പിന്നെ സ്പീഡ് ഉണ്ടാവില്ല ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം 7 പേരെ ഉള്ളൂ 6 പേരെ ഉള്ളൂ ബാക്കിയുള്ളവരെ ഓക്കെ അപ്പൊ നമ്മള് ടൈം സ്പീഡ് സ്റ്റാർട്ട് ചെയ്യാണ് ടൈം ആൻഡ് വർക്കിൽ ഒരു ടൈപ്പ് പ്രോബ്ലം ഒരു ടൈപ്പും കൂടെ ഉണ്ട് അത് ഞാൻ മറന്നിട്ടില്ല ഞാൻ ചെയ്യിപ്പിക്കാം നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ആദ്യം ചെയ്യിപ്പിക്കാം ഓക്കെ ഞാൻ മറന്നിട്ടില്ല ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പൊ ഇനി ടൈം ആൻഡ് വർക്ക് ചെയ്ത് നോക്കിയായിരുന്നോ ടെക്സ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നോ 6 പേരെ വെച്ചൊക്കെ എങ്ങനെയാ ക്ലാസ് എടുക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ഓക്കെ അതുവരെ നീ വരണ്ട നീ ഒരു ക്ലാസ്സിലും കയറണ്ട ഓക്കെ അപ്പോ നോക്കിയായിരുന്നോ വന്നൊരു ടൈം വർക്ക് ചെയ്ത് നോക്കിയോ കിട്ടുന്നുണ്ടോ എളുപ്പമാണല്ലോ പ്രോബ്ലംസ് ഒക്കെ വലിയ സീനൊന്നുമില്ല കിട്ടും കണ്ടിരിക്കില്ല ഇനി അത് മോക്ക് ടെസ്റ്റും കൂടെ എടുക്കുമ്പോൾ റെഡി ആയിരിക്കും ഓക്കെ ഈ ടൈം വർക്ക് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ടൈം സ്പീഡ് എന്ന് പറയുന്നത് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ടയർ 1 എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ 2 ഉണ്ടാവില്ലായിരിക്കും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും അതുപോലെ ടയർ 2 ആണെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട് എളുപ്പമാണ് ഭയങ്കര ഈസിയാണ് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലും ഇത് ടൈപ്പ് വൈസ് ആയിട്ട് അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ടൈപ്പിൽ നിന്ന് പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും ഒരു 10 ടൈപ്പ് ഉണ്ടെങ്കിൽ ആ 10 ടൈപ്പും അത് ആ ടൈപ്പിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ അതിന് പുറമേക്ക് പോയി കാറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്തായാലും വരാൻ നമുക്കത് ടൈപ്പ് വൈസ് ആയിട്ട് തന്നെ പഠിക്കാം ഇവിടെ പഠിപ്പിക്കുന്ന കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് പ്രീവിയസ് ഇയർ പോലും ചെയ്യേണ്ട ആവശ്യം വരില്ല ടൈം സ്പീഡിനൊന്നും പക്ഷെ എങ്കിലും പ്രീവിയസ് ഇയറും കൂടെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറത്തൊന്നും ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ വരാൻ പാടില്ല ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടൈം സ്പീഡ് എന്ന് പറയുന്നത് ടൈം സ്പീഡ് നമ്മൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ ചെറിയ ക്ലാസ് പോലെ പഠിക്കുന്നതാണ് ഓക്കെ അപ്പൊ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫോർമുല ഓർമ്മ വരും അതാണ് സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ ഫോർമുല നമ്മൾ ഫോർമുല കുറച്ച് യൂസ് ചെയ്യുള്ളൂ നമ്മൾ റേഷ്യോ മെത്തേഡിലായിരിക്കും കൂടുതൽ ചെയ്യും പക്ഷെ എങ്കിലും അറിഞ്ഞിരിക്കണം സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം ഓക്കെ സ്പീഡ് ഞാൻ വി എന്നാണ് ഇനി പറയാൻ പോവുക ഞാൻ സ്പീഡ് വി എന്നാണ് എടുക്കാറ് ഈക്വൽസ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ഓക്കെ ഈ ഇക്വേഷൻ ഓർമ്മ വെക്കുക ചില സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും കൺവെൻഷൻ മെത്തേഡിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിനെ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം
എങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം? കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം? അറിയില്ലേ? കിലോമീറ്റർ പെർ അവറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 5/18 ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആവും. ഓക്കെ, അതുപോലെ മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ തിരിച്ച് ഇൻറ്റു 18/5 ചെയ്ത് കഴിഞ്ഞാൽ അത് കിലോമീറ്റർ പെർ അവർ ആവും. ഓക്കെ, ഇതും അറിഞ്ഞിരിക്കണം, ഇതും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ 36 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ 2 ടൈംസ് അത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. തിരിച്ച് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് തരുന്നതെങ്കിൽ ഇൻറ്റു 18/5 ചെയ്യുമ്പോൾ അത് 36 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചിലപ്പം തന്നിരിക്കുന്ന ഡാറ്റയിൽ അത് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലായിരിക്കും. ഈ ഒരു കൺവേർഷൻ അവിടെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഈ കൺവേർഷൻ അറിയില്ലെങ്കിൽ നമ്മളിത് ആൻസർ കണ്ടുപിടിക്കും, പക്ഷെ ഓപ്ഷനിൽ കിടക്കുന്നതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. നമ്മുടെ ആൻസറിന് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റിയാൽ അതിൽ ആൻസർ ഉണ്ടാവും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ രണ്ട് കാര്യം അറിയാമെങ്കിൽ നമുക്ക് ഇതിലെ ബേസിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ബേസിക് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ബൈ ടൈം ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നു, അതുപോലെ കിലോമീറ്റർ പെർ അവർ മാറ്റുന്നു. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ഞാൻ 10 വരെ എടുക്കും. ഇനി മുതൽ എല്ലാം ഞാൻ ക്വാണ്ട് ക്ലാസ് എല്ലാം 10 വരെ എടുക്കും. ഓക്കെ, അപ്പം അതേപോലെ നിങ്ങൾ സ്പീഡിൽ ചെയ്യുക. ഓരോ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ സ്പീഡിൽ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പണ്ട് പോലെ നമ്മൾ ചെയ്യുന്ന കാര്യം. ട്രെയിൻ ഈസ് ട്രാവലിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 45 കിലോമീറ്റർ പെർ അവർ. ഹൗ മെനി സെക്കൻഡ്സ് വിൽ ഇറ്റ് ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 4/5 കിലോമീറ്റർ? ഹൗ മെനി സെക്കൻഡ്സ് അത് നോക്കണം. എത്ര സെക്കൻഡ് എടുക്കും? എന്താടാ? പറയടാ. സാർ ആദ്യം കേൾക്കുന്നില്ല. അയ്യോ, ഞാൻ മ്യൂട്ടായിരുന്നു, സോറി. ഞാൻ നഗുലിന്റെ കോച്ച് അവന്റെ കോള് വന്നപ്പോ കട്ടാക്കി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വേണ്ടത് സെക്കൻഡ്സിലാണ്. ബട്ട് ദ ഗിവൺ ഡാറ്റ ഈസ് ഇൻ കിലോമീറ്റർ പെർ അവർ അല്ലേ? അപ്പൊ നമുക്ക് സെക്കൻഡ്സിൽ ആൻസർ വേണ്ടതുകൊണ്ട് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ഈ ഒരു സ്പീഡിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് 45 ഇൻറ്റു 5/18 ചെയ്യണം. ഇവിടെ വെട്ടി കുറയ്ക്കാൻ നിൽക്കണ്ട, ഇത് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. ഫൈനൽ സ്റ്റെപ്പിൽ മാത്രം കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇത് 45 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4/5 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണെന്ന് അറിയാം അല്ലെ? 4/5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/5 ഇൻറ്റു 1000 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ അറിയാം. എന്താ? സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. അതിൽ നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കുന്നത്. ടൈം ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് അറിയാം, 4/5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു 5/18. ഓക്കെ, 45 ഇൻറ്റു 5/18. ഇനി എങ്ങനെ ഒരു 200 4 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ
45 into 5 into 18. 18 plus 9 4 5 times 2 times 25 25 8 2 into 8 6 60 into 4 64. Answer will be 64 seconds. മനസ്സിലായോ? ഇപ്പൊ ഓഡിയോ വരുന്നില്ലേ? എല്ലാവർക്കും കിട്ടിയായിരുന്നോ? എളുപ്പമാണ്. ഞാൻ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് കേട്ടോ. ഓക്കെ, സ്പീഡ് ചെയ്യും. കിട്ടാത്തൊരു ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ. ഇന്നെങ്കിൽ ഒരു 30 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, അത് തീർത്തിട്ട് പോവാം. ബേസിക് ക്വസ്റ്റ്യൻ അല്ല, ടൈപ്പ് വൈസ് ആയിട്ട് നമ്മൾ തുടങ്ങും. ഓക്കെ, പെട്ടെന്ന് ചെയ്തേ. മാൻ ക്രോസസ് എ റോഡ് ഓഫ് 250 meters wide in 75 seconds. സ്പീഡ് km/h. ആ ഒന്നുമില്ല, 250. ഡിസ്റ്റൻസ് അറിയാം എത്ര? 250 മീറ്റർ ആണ്. അതേപോലെ ടൈം അറിയാം എത്ര? 75 സെക്കൻഡ്സ് ആണ് അല്ലെ? അപ്പം അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 250 ഡിവൈഡഡ് ബൈ 75 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ നമ്മൾ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ ഇൻറ്റു 18/5 ചെയ്യണം, വേണ്ടേ? അപ്പം 75 50 25 വെച്ചിട്ട് 2 times 3 times 3 6 2 into 6 12 seconds. Sorry, 12 meter per second. Sorry, 12 kilometer per hour. അതെന്തായാലും ആയിക്കോട്ടെ, 12 പറയണല്ലോ. ഓക്കെ, മനസ്സിലായോ? എളുപ്പമാണ്. പണ്ട് പോലെ 10ാം ക്ലാസ് 10 10ലാന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല. എന്നാലും അവിടെ സ്കൂൾ ലെവലിൽ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്, ഇനി അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, പെട്ടെന്ന് ചെയ്ത്. A car traveling at a speed of 40 km/h can complete a journey in 9 hours. How long will it take to travel the same distance at 60 km/h? ഇതൊക്കെ എല്ലാവർക്കും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ നിങ്ങൾ ടൈം എടുക്കാൻ പാടില്ല, നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ആൻസർ പെട്ടെന്ന് ചെയ്യണം. A car traveling at a speed of 40 km/h. കാറിന്റെ സ്പീഡ് 40 km/h ആണ്. Takes 9 hours. 9 മണിക്കൂർ കൊണ്ട് ആണ് ആ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 40 into 9 ആയിരിക്കത്തില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, 40 km/h 1 hour 40 കിലോമീറ്റർ പോകും. അപ്പോൾ 9 hours 9 into 40 അത്രയും കിലോമീറ്റേഴ്സ് പോയിട്ട്, അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 40 into 9 ആണ് അല്ലെ? ഇനി നമുക്ക് വേണ്ടത് എന്താ? 40 into 9 വേണമെങ്കിൽ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബെറ്റർ ഓരോ സ്റ്റെപ്പിലും കാൽക്കുലേറ്റ് ചെയ്ത് പോവാതെ ഫൈനൽ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രം, ഇപ്പൊ ഇവിടെ ഒരു 5 സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഓക്കെ, ഇപ്പൊ 40 കിലോമീറ്ററിൽ പോവുകയാണെങ്കിൽ 9 hours എടുക്കും. 40 കിലോമീറ്ററിൽ പോവുകയാണെങ്കിൽ 9 hours എടുക്കും. 9 hours എടുക്കും. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 into 9 ആണ് അല്ലെ? ഇനി സ്പീഡ് ആണ് വേണ്ടത്. എപ്പം? സ്പീഡ് അല്ല, ടൈം ആണ് വേണ്ടത്. എപ്പോഴുള്ള ടൈം? 60 km/h പോകുമ്പോഴുള്ള ടൈം. അപ്പൊ 40 into 9 ആണ് ഡിസ്റ്റൻസ്, ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, 0 0 ക്യാൻസൽ ആയി. 2 3 3 3 into 2 6 ടൈം അല്ലേ എഴുതേ? അവർ 6 hours. 6 hours. എല്ലാവർക്കും കിട്ടിയില്ലേ? അഭിരാം കിട്ടിയോ? അഭിരാമൻ ഇതിന്റെ കമന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, പെട്ടെന്ന് ചെയ്യും. എല്ലാരും ചെയ്യേ. A boy runs 20 kilometers in 2.5 hours. അപ്പൊ
തന്നെ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. 20 into 2.5 ആണ് ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ്. How long will he take to run 32 kilometer at double the previous speed? How long will he take to run 32 kilometer at double the previous speed? Oh, sorry. ഞാൻ അവിടെ നോക്കി 20 കിലോമീറ്റർ 2.5 അവേഴ്സിൽ പോകുന്നു അല്ലെ. അപ്പൊ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 20 divided by 2.5 ആണ്. 20 divided by 2.5 എന്ന് പറയുമ്പോൾ 8 കിലോമീറ്റർ പെർ അവർ ആണ് ആ ബോയുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോകേണ്ടത് എത്ര കിലോമീറ്റേഴ്സ് ആണ്? 32 കിലോമീറ്റേഴ്സ് ആണ് പോകേണ്ടത് അറ്റ് ഡബിൾ ദ പ്രീവിയസ് സ്പീഡ് എന്നാണ്. ഡബിൾ ദ പ്രീവിയസ് സ്പീഡ് എന്ന് പറയുമ്പോൾ 60, which is 2 hours കൊണ്ടായിരിക്കും ആ 32 കിലോമീറ്റേഴ്സ് പോവുക. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ? കിട്ടാതെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് കമന്റ് ചെയ്താൽ മതി. കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടുന്നതാണ്, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോവാണ്. നെക്സ്റ്റ് വൺ. An aeroplane covers a certain distance at a speed of 240 km/h in 5 hours. To cover the same distance in 1 2/3 hours, it must travel at a speed of a certain distance at a speed of 240 km in 5 hours. അല്ലേ, 240 km. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 240 into 5. Okay, to cover the same distance in 1 2/3 hours. 1 2/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 plus 2 5/3 hours. 5/3 hours. അതിന്റെ സ്പീഡ് അല്ല ചോദിച്ചിരിക്കുന്നത്. ഡിവൈഡ് ബൈ 5 into 3 അപ്പോൾ 5 5 ക്യാൻസൽ ആയിപ്പോയി. 240 into 3 is 720 km/h. ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. അത് അറിയാൻ വേണ്ടി, അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസിൽ അവസാനത്താണ്. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും, പ്രശ്നമൊന്നുമില്ല. ആകെ ഈ ഒരു ഡിസ്റ്റൻസ് ഈക്വൽസ് വെലോസിറ്റി, സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് ടൈം സ്പീഡിലെ എല്ലാ ക്വസ്റ്റിനും ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഷോർട്ട് ട്രിക്ക് ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് മാത്രം. A car driver leaves Bangalore at 8:30 AM. 8:30 അയാൾ ബാംഗ്ലൂർ വിട്ടു and expects to reach a place 300 km from Bangalore. 300 km ബാംഗ്ലൂരിന് 300 km ഉള്ള ഒരു സ്ഥലത്ത് 12:30 എത്തുന്നതാണ് പറയുന്നത് അയാൾ വിചാരിക്കുന്നത്. ഓക്കെ, at 10:30 10:30 ആയപ്പോൾ അയാൾ വാച്ച് നോക്കി. അപ്പോൾ അയാൾ എന്താ finds that he covered only 40% of the distance. ആ 300 കിലോമീറ്ററിന്റെ 40% മാത്രമേ അയാൾ കവർ ചെയ്തിട്ടുള്ളൂ 10:30 ആയപ്പോൾ. ഓക്കെ, അപ്പൊ 2 മണിക്കൂർ കൊണ്ട് അയാൾക്ക് ആകെ കവർ ചെയ്യാൻ പറ്റിയ 40% ഡിസ്റ്റൻസ് ആണ്. ഇനി എന്തായാലും ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും 12:30 എവിടെ എത്തില്ല, ആ സ്ഥലത്ത് എത്തില്ല. ഓക്കെ, അപ്പൊ അയാൾ എന്തായാലും സ്പീഡ് കൂട്ടണം. By how much he has to increase the speed of his car in order to keep up his schedule. അല്ലെ, ഇപ്പൊ സ്പീഡ് കൂട്ടണം, എത്ര വെച്ച് കൂട്ടണം എന്നാണ് ചോദിച്ചത്. 12:30 ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് എത്ര സ്പീഡ് അയാൾ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പം എത്ര ഇൻക്രീസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ കറന്റ് സ്പീഡ് അറിയണം. കറന്റ് സ്പീഡ് എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അത് 10:30 ആയപ്പോൾ അയാൾ 8:30 തുടങ്ങി 10:30 ആയപ്പോൾ ഇവിടെ എത്തി. അയാൾക്ക് ഇനി ഇത്രയും കൂടെ പോവാണ്ട് അല്ലെ, 12:30 ഇവിടെ എത്തണം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കവേർഡ് ഓൺലി 40% ഓഫ് ദ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസിന്റെ 40% അയാൾ കവർ ചെയ്തിട്ടുള്ളൂ 10:30 ആയപ്പോൾ. ഈ ഡിസ്റ്റൻസ് എത്ര വരും? 40% ഓഫ് 300 എന്ന് പറയുമ്പോൾ 120 കിലോമീറ്റർ മാത്രമേ അയാൾ ഈ 10:30 ആയപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് 120 ഡിവൈഡ് ബൈ എടുക്കുന്ന ടൈം എത്രയാ? 2 hours അല്ലെങ്കിൽ 60 km/h സ്പീഡിലാണ് അയാൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 60 km/h സ്പീഡിലാണ് അയാൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് 2 hours അയാൾ എത്ര കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്? ഇത് മൊത്തം 300 ആണ്. അതിൽ 120 ഇപ്പൊ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കി 180 കിലോമീറ്റേഴ്സ് അയാൾക്ക് ഇനിയും കവർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇൻക്രീസ് ചെയ്യേണ്ട സ്പീഡ് എത്രയാ? അല്ലെങ്കിൽ ഇനി പോകേണ്ട സ്പീഡ് എന്ന് പറയുന്നത് 180 കവർ ചെയ്യാനുണ്ട് അല്ലെ. അത് 2 hour കൊണ്ട് കവർ ചെയ്യണം. ഈക്വൽസ് 90 km/h അയാൾ പോകേണ്ടത്.
ഇനി പോകേണ്ടത്. അപ്പോൾ ഓൾറെഡി 60-ൽ പോയിക്കൊണ്ടിരിക്കുന്ന ആള് 90-ലേക്ക് എത്തിക്കണമെങ്കിൽ 30 km/h സ്പീഡ് കൂട്ടണം. 30 km/h സ്പീഡ് കൂട്ടണം. മനസ്സിലായോ? എളുപ്പമാണല്ലോ. കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ അല്ലേ? കിട്ടാതായില്ലല്ലോ അല്ലേ? ഇന്ന ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. കിട്ടാത്തുണ്ടെങ്കിൽ അയക്കാം, ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്പ് 1-ലേക്ക് പോവാം. ടൈപ്പ് 1-ലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. Two persons A and B. Two persons A and B. A is traveling at a speed of v1, and he travels a distance d1 and takes a time t1. അതുപോലെ B is traveling at a speed of v2 and travels a distance of d2 and takes time t2. Okay, A എന്ന് പറയുന്ന ആള് d1 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് v1 എന്ന് പറയുന്ന സ്പീഡിൽ t1 ടൈം കൊണ്ട് കവർ ചെയ്യുന്നു. അതുപോലെ D എന്ന് പറയുന്ന ഒരാള് d2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഞാൻ വേരിയബിൾസിൽ പറയാണ്, d2 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, അയാളുടെ സ്പീഡ് v2 ആണ്. അതിനുവേണ്ടി അയാൾ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് t2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് എയുടെ സ്പീഡ് v1 ഈക്വൽസ് d1/t1 എന്ന് എഴുതിക്കൂടെ? എയുടെ സ്പീഡ് എന്ന് പറയുന്നത് v1 എന്ന് പറയുന്നത് കവർ ചെയ്ത ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് d1 ആൻഡ് അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് t1. v1 ഈക്വൽസ് d1/t1 എന്ന് എഴുതാം. അതുപോലെ എനിക്ക് ബിയുടെ സ്പീഡ് v2 ഈക്വൽസ് d2/t2 എന്ന് എഴുതിക്കൂടെ? അല്ലേ? ഓക്കെ, ഇനി ഞാൻ ഒരു കണ്ടീഷൻ പറയാണ്. ഇഫ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദം ആർ ഈക്വൽ. ഫസ്റ്റ് കണ്ടീഷൻ, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ d1 ഈക്വൽസ് d2, d1 ഈക്വൽസ് d2 ആണെങ്കിൽ ഇവിടെ എനിക്ക് d1 ഈക്വൽസ് v1t1 എന്ന് എഴുതാം. അതുപോലെ d2 ഈക്വൽസ് v2t2 എന്ന് എഴുതാം. d1 ഈക്വൽസ് v1t1 എന്ന് എഴുതാം. അതേപോലെ b കവർ ചെയ്ത d2 ഈക്വൽസ് v2t2 എന്ന് എഴുതാം. ഞാൻ പറഞ്ഞ കണ്ടീഷൻ d1 ഈക്വൽസ് d2 എന്നാണ്. d1 എന്ന് പറയുന്നത് എന്താണ്? v1t1 ആണ്. d2 എന്ന് പറയുന്നത് v2t2 ആണ്. ഓക്കെ, അപ്പൊ v1/v2 ഈക്വൽസ് t2/t1 അല്ലെങ്കിൽ v1:v2 എന്ന് പറയുന്നത് t2:t1 ആയിരിക്കും. അതായത് if the distance covered by two persons are equal, the distance covered by two persons are equal, then the ratio of their speed will be inversely proportional to the time taken. v1:v2, എയുടെ സ്പീഡും ബിയുടെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ബി എടുക്കുന്ന ടൈമിന്റെയും അതേപോലെ എ എടുക്കുന്ന ടൈമിന്റെയും റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. എ വെലോസിറ്റി, സ്പീഡ്, the ratio of their speeds will be inversely proportional to the time taken. Ratio of their speeds will be inversely proportional to their time taken. അതായത് എയുടെ വെലോസിറ്റിയും ബിയുടെ വെലോസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് നോക്കി അറിഞ്ഞൂടെ, ബിയുടെ ടൈമും എയുടെ ടൈമും തമ്മിലുള്ള റേഷ്യോയ്ക്ക് ഈക്വൽ ആണ്. t1:t2 ആണെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയാ. ഡയറക്റ്റ്ലി അല്ല, ബി എടുക്കുന്ന ടൈമും എ എടുക്കുന്ന ടൈമിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിക്കോളും. Ratio of their speed is inversely proportional to the time taken. അങ്ങനെ എന്തെങ്കിലും എഴുതിയെടുത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലായാൽ മതി. ഇത് നിങ്ങളോട് തിയറി ഒന്നും ആരും ചോദിക്കാൻ പോകില്ല. പറഞ്ഞാൽ മനസ്സിലായോ? പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം പറ്റി, എന്നാലും പറഞ്ഞാൽ മനസ്സിലായല്ലേ? കൺസെപ്റ്റ് പിടിയിട്ടില്ലേ? സ്പീഡിന്റെ റേഷ്യോ ടൈമിന്റെ റേഷ്യോന് ഇൻവേഴ്സ് ആയിരിക്കും. നമ്മൾ ഇതേ ഒരു കാര്യം മറ്റേ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ടൈം ഓഫ് വർക്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം. അത് ഫസ്റ്റ് കണ്ടീഷൻ, ഇഫ് ദ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ്
time taken is equal. Time taken is equal. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ D1 പോവാൻ വേണ്ടി എടുക്കുന്ന ടൈമായ T1 ബി D2 പോവാൻ വേണ്ടി എടുക്കുന്ന ടൈമായ T2 ഈക്വൽ ആണ്. T1 ഈക്വൽസ് T2 ആണ്. T1 ഈക്വൽസ് T2 ആണ്. ഓക്കെ, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് T1 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? D1 by V1 എന്ന് എഴുതാം. അതേപോലെ ഇവിടെ T2 ഈക്വൽസ് D2 by V2 എന്ന് എഴുതാം ഇല്ലേ? ഇപ്പൊ T1 ഈക്വൽസ് T2 ആയതുകൊണ്ട് D1 by V1 ഈക്വൽസ് D2 by V2, അല്ലെങ്കിൽ D1 is to D2 equals V1 is to V2. കവർ ചെയ്യുന്ന എടുക്കുന്ന ടൈം സെയിം ആണെങ്കിൽ, if the time taken is equal, എടുക്കുന്ന ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം സെയിം ആണെങ്കിൽ അവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അവരുടെ സ്പീഡിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ ടൈമിന്റെ റേഷ്യോന് ഇൻവേഴ്സ് ആയിരിക്കും. സ്പീഡിന്റെ റേഷ്യോ ടൈമിന്റെ റേഷ്യോന് ഇൻവേഴ്സ് ആയിരിക്കും. അതുപോലെ എന്താ, ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ, അവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സ്പീഡിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിലും മറ്റേ പ്രോബ്ലം ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും, പ്രശ്നമൊന്നുമില്ല. വലിയ കൺസെപ്റ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഡയറക്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, ആദ്യമേ ഈ ഒരു കാര്യം പറയുന്നത്. ഇതിന്റെ ആവശ്യമേ ഇല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിക്കോളും. സെക്കൻഡ്, ക്വസ്റ്റ്യൻ എവിടെയാണോ? ആറാമത്തെ ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. A man traveled a certain distance by train at the rate of 25 km/h and came back at the rate of 4 km/h. If he took a total of 29 hours, then find the distance he traveled by train. വായിച്ചു നോക്കിയോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഒരാള് ഒരു ട്രെയിനിൽ 25 km/h സ്പീഡിൽ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ, എന്നിട്ട് തിരിച്ചു വന്നത് 4 km/h സ്പീഡിലാണ്. ഇവിടുന്ന് ഇവിടം വരെ ഒരാള് അങ്ങോട്ട് പോയത് 25 km/h. ഓക്കെ, ഇങ്ങോട്ട് വന്നത് 4 km/h. 4 km/h. ഓക്കെ, he took a total of 29 hours. മൊത്തം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ വേണ്ടി 29 മണിക്കൂർ എടുത്തു, 29 hours എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇയാള് ട്രെയിനിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതാണല്ലോ അയാൾ ട്രെയിനിൽ പോയത്. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ട് പോകുന്ന അതേ ഡിസ്റ്റൻസ് ആണ് അയാള് തിരിച്ചും വരുന്നത്, അല്ലെ? അങ്ങോട്ട് പോകുന്ന അതേ ഡിസ്റ്റൻസ് തന്നെയാണ് അയാൾ തിരിച്ചും വരുന്നത്. അതായത് ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. എന്താ അറിയാം? സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ്. സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ്. സ്പീഡിന്റെ റേഷ്യോ എന്താ? 25:4 ആണ്, അല്ലെ? സ്പീഡിന്റെ റേഷ്യോ, അങ്ങോട്ട് പോകുന്ന സ്പീഡ് 25 ആണ്, ഇങ്ങോട്ട് വരുന്ന സ്പീഡ് 4 ആണ്. ഓക്കെ, ഇതിന്റെ ഇൻവേഴ്സ് എന്താണോ അതായിരിക്കും ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ട്രെയിനിൽ പോകുന്നതാണ് 25 km/h, തിരിച്ചു വരുന്നത് കംബാക്ക് തിരിച്ചു വരുന്ന സ്പീഡാണ് 4 km/h. അപ്പൊ അതിന്റെ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അവരുടെ ഇൻവേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ട്രെയിനിൽ പോയ ടൈമിന്റെ റേഷ്യോ ഇസ് ടു തിരിച്ചു വന്ന ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:25 ആയിരിക്കും. നിങ്ങൾ സ്പീഡ് നമുക്ക് ട്രെയിനിൽ പോയത് 25 km/h ആണ്, അതിനെടുത്ത ടൈം 4 units ആയിരിക്കും. അതുപോലെ തിരിച്ചു വന്ന സ്പീഡ് എന്ന് പറയുന്നത് 4 km/h ആണ്. ഓക്കെ, അപ്പൊ അതിനെടുത്ത ടൈം എന്ന് പറയുന്നത് 25 units ആയിരിക്കും.
ഓക്കെ, ഇപ്പൊ ടൈമിന്റെ റേഷ്യോ T1:T2 നമുക്ക് എഴുതാൻ പറ്റും. എന്താ 4:25. 4:25 ഇത് ട്രെയിനിന് എടുത്ത ടൈം, ഇത് തിരിച്ചു വരാൻ എടുത്ത ടൈം. ഓക്കെ, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ took a total of 29 hours. 29 hours മൊത്തത്തിൽ അയാൾ എടുത്തിട്ടുണ്ട്. അതായത് 4 + 25, അങ്ങോട്ട് പോയത് 4 യൂണിറ്റ്സ്, ഇങ്ങോട്ട് വന്ന 25 യൂണിറ്റ്സ്. അപ്പൊ മൊത്തം എത്രയാ? 29 യൂണിറ്റ്സ് ആണ് അയാൾ മൊത്തത്തിൽ എടുത്തത്. ആ 29 യൂണിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് 29 hours എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ 1 യൂണിറ്റ് എത്രയായിരിക്കും? 1 അവർ ആയിരിക്കും. 1 യൂണിറ്റ് എത്രയായിരിക്കും? 1 അവർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ പോകാൻ വേണ്ടി എടുത്ത ടൈം T1 എന്ന് പറയുന്നത് എത്ര യൂണിറ്റാ? 4 യൂണിറ്റ്സ് അല്ലേ? T1 എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് അല്ലേ? അതെന്ന് പറയുന്നത് 4 hours ആയിരിക്കും. 4 hours ആയിരിക്കും. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് ബി വരെ 25 km/h ട്രെയിനിൽ പോകാൻ വേണ്ടി അയാൾ എടുത്ത ടൈം എന്ന് പറയുന്നത് 4 hours ആണ്. എയിൽ നിന്ന് ബി വരെ ട്രെയിനിൽ 25 km/h പോകാൻ വേണ്ടി അയാൾ എടുത്ത ടൈം എന്ന് പറയുന്നത് 4 hours ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 4 × 25 100 km. 4 × 25 100 km. ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് പാടാണെന്ന് തോന്നും, പക്ഷെ ഇതാണ് എളുപ്പം. ഞാൻ കൺവേർഷൻ മെത്തേഡ് ചെയ്ത് കാണിക്കാം. പക്ഷെ ആദ്യം നിങ്ങൾ ഇതൊന്നും മനസ്സിലാവുമോ നോക്കും. ഒന്ന് നോക്കി. ഇത് മനസ്സിലായെങ്കിലേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനിയുള്ള ടൈപ്പ് ഒക്കെ ഇതിന് ബിൽഡ് ചെയ്ത് വരുന്നതാണ്. കിട്ടിയോടാ അഭിരാമൻ? പോയോ? തിരിച്ചു വന്ന ഡിസ്റ്റൻസ് എന്തിനാ നോക്കുന്നത്? ട്രെയിനിൽ പോയ ഡിസ്റ്റൻസ് അല്ലേ ചോദിച്ചു. കിട്ടി നിർമ്മലെ? വായിക്കുക, ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. A to B ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ആദ്യം അയാൾ അങ്ങോട്ട് പോകുന്ന ട്രെയിനിലാണ്. 25 km/h അയാൾ അങ്ങോട്ട് പോകുന്നു, ബിയിലേക്ക് പോകുന്നു. ബിയിൽ നിന്ന് അയാൾ തിരിച്ചു വരുന്നത് 4 km/h സ്പീഡിലാണ്. 4 km/h സ്പീഡിലാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് മൊത്തം അയാൾ എടുക്കുന്നത് 29 hours ആണ്. ഇവിടുന്ന് അവിടെ പോയി അവിടുന്ന് ഇവിടെ വരാൻ വേണ്ടി അയാൾ എടുക്കുന്നത് 29 hours ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ മാത്രം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ചെയ്തെന്ന് പറഞ്ഞാൽ എയിൽ ബിയിൽ പോയി എന്നല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളൊക്കെ അറിയാം അങ്ങോട്ട് പോയ ഡിസ്റ്റൻസും ഇങ്ങോട്ട് വന്ന ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ഡിസ്റ്റൻസ് കൂടുകയൊന്നുമില്ലല്ലോ, അയാൾ കുറേയല്ല. അപ്പൊ തിരിച്ചു വരുന്ന ഡിസ്റ്റൻസും അങ്ങോട്ട് പോയ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്തറിയാം? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ 25:4. സ്പീഡിന്റെ റേഷ്യോ 25-ഉം 4-ഉം. ട്രെയിനിൽ പോകുന്ന സ്പീഡ് 25, മറ്റേ തിരിച്ചു വരുന്ന സ്പീഡ് 4. അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും അവരുടെ എടുക്കുന്ന ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അവരെടുക്കുന്ന ടൈമിന്റെ റേഷ്യോ. ഇപ്പൊ V1 V2 എന്ന് പറയുന്നത് 25:4 ആണെങ്കിൽ T1 T2 എന്ന് പറയുന്നത് അതിന് ഇൻവേഴ്സ് ആയിരിക്കും, 4:25 ആയിരിക്കും. ഈ V1 എന്ന് പറയുന്നത് ട്രെയിനിൽ പോകാൻ വേണ്ടി എടുത്ത സ്പീഡ്, അതേപോലെ അതിനെടുത്ത ടൈം ആണ് T1. V2 എന്ന് പറയുന്നത് തിരിച്ചു വരാൻ വേണ്ടി എടുത്ത സ്പീഡ്, അതിനുവേണ്ടി എടുത്ത ടൈം ആണ് T2. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് എഴുതിയാൽ മതി. നമുക്ക് അവരുടെ ടൈമിന്റെ റേഷ്യോ കിട്ടും. T1 T2 എന്ന് പറയുന്നത് അവരുടെ ടൈമിന്റെ റേഷ്യോ കിട്ടും. അപ്പം ട്രെയിനിൽ പോയപ്പോൾ എടുത്തത് 4 യൂണിറ്റ്സ് ആണെങ്കിൽ തിരിച്ചു വന്നപ്പോൾ എടുത്തത് 25 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ 4 + 25 29 യൂണിറ്റ്സ് ആണ് അവരെടുക്കുന്നത്. റേഷ്യോന്റെ ടേംസിൽ പറഞ്ഞത് ആ 29 യൂണിറ്റ്സ് ആണ് എത്ര? 29 hours എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 hour ആണ്. അപ്പൊ ട്രെയിനിന് പോകാൻ വേണ്ടി എടുത്തത് എത്ര യൂണിറ്റ് ആണ്? 4 യൂണിറ്റ് ആണ്, അല്ലേ? അപ്പൊ അത് എത്രയായി? ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് 4 hours ആണ്, അല്ലെ? അപ്പൊ 25 km/h സ്പീഡില് 4 hours ട്രാവൽ ചെയ്തിട്ടാണ് അയാൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയിരിക്കുന്നത്. 25 km/h 4 hours ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് പോകും? 25 × 4 100 km. അപ്പൊ A to B എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 100 km. മനസ്സിലായോ? ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇനി
അജയ് ക്ലിയർ ആയോ? ഓക്കെ, ഇത് വേണമെങ്കിൽ ഞാൻ കൺവെൻഷനൽ ആയിട്ട് ഒന്ന് ചെയ്ത് കാണിക്കാം. വലിയ പാടൊന്നുമില്ല, ചെറിയ ക്വസ്റ്റൻ ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട. എങ്കിലും ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ പറയാം. അപ്പം ഞാൻ എ ടു ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഡി ആയിട്ട് എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ 25 കിലോമീറ്റർ പെർ അവറിലാണ് ആദ്യം അയാൾ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് d/25 ആയിരിക്കും. d/25 ആയിരിക്കും അല്ലെ? ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ ഡി ആയിട്ട് എടുക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 25. ഇനി തിരിച്ചു വരുന്നത് 4 കിലോമീറ്റർ പെർ അവർ അല്ലേ? അവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി തന്നെയാണ്. അപ്പൊ d/4 ആയിരിക്കും അവിടെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ടൈമിന്റെ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്ന ടൈമിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 29 അവേഴ്സ് അല്ലെ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4d plus 25d 29d divided by 25 into 4 equals 29. 29 കട്ടായി പോയി, d equals 100 കിലോമീറ്റർ. ഓക്കെ, ഇത് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. മറ്റേ ഈ ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. കുറച്ചും കൂടെ അടുത്ത ടൈപ്പിലേക്കൊക്കെ പോകുമ്പോൾ എളുപ്പം ഇതായിരിക്കും. മനസ്സിലായോ? ഓക്കെ ആയോ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിന്റെ റേഷ്യോയ്ക്ക് ഇൻവേഴ്സ് ആണ്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ചെറിയൊരു ഇതുണ്ട്, നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ അല്ല, ചെറിയ മാറ്റമുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ എന്താണ് സെയിം എന്ന് നോക്കുക. നിങ്ങൾ ടൈം സ്പീഡിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ അതിൽ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം ആണോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണോ എന്താണ് സെയിം എന്ന് നോക്കുക, എന്നിട്ട് റേഷ്യോ എടുക്കുക. അതാണ് ബെറ്റർ. ചില ക്വസ്റ്റ്യനിൽ അത് നമുക്ക് കത്തില്ല, അന്നേരം നമ്മൾ കൺവെൻഷണൽ ആയിട്ട് തന്നെ പോകേണ്ടി വരും. അതിനാണ് ഞാൻ കൺവെൻഷനും കൂടെ പറഞ്ഞത്. Question വായിക്കാം. A man traveled 100 km by train at a speed of 25 km per hour and 200 km by another train at a different speed. വേറെ സ്പീഡിലാണ് പോയത്. Okay, the time taken by him on both occasions is t. Time same ആണ്. ടൈം സെയിം ആണെമ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയണം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ സ്പീഡിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അതിന്റെ ആവശ്യമില്ല, പക്ഷെ ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ, സോറി, ടൈം സെയിം ആണെങ്കിൽ, ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം സെയിം ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സ്പീഡിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ടൈം സെയിം ആണ്. ആദ്യമേ ടൈം സെയിം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. then find the speed in which he covered 200 kilometer എന്നാണ്. 200 kilometer കവർ ചെയ്ത സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം man traveled 100 kilometer by train at 25 kilometer per hour സ്പീഡ് എന്നല്ലേ? ആദ്യം 100 കറസ്പോണ്ടിങ് ആയിട്ട് 25 kilometer per hour. സെക്കൻഡ് എത്രയാ? 200 kilometer. അപ്പൊ 100 is to 200 equals 25 is to ഈ സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എക്സ് എന്ന് പറയുന്നത് അല്ലെ? അത് 1:2 ആണ്. 1:2 ആകുമ്പോൾ ഇവിടെ 1:2 വരണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 50 ആയിരിക്കണം. എക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 50 ആയിരിക്കണം. ഓക്കെ, ഇതിങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, കാരണം ഈ ഫസ്റ്റ് കേസിൽ ടൈം എന്ന് പറയുന്നത് 100/25 4 hours ആണ്. 4 hours ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് കേസിലും 4 hours തന്നെ വരണമെങ്കിൽ 200/x=4 വരണമെങ്കിൽ എക്സിന്റെ വാല്യൂ ഒബ്വിയസ്ലി 50 km/h ആയിരിക്കണം. കൺവെൻഷണൽ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, അല്ലാതെ ടൈം സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. മിക്കപ്പോഴും ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ആദ്യത്തെ ആ ഒരു കൺസെപ്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടൈം സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുള്ളൂ.
വേറെ ടൈപ്പിൽ ഇൻക്ലൂഡഡ് ആയി വരുന്നുണ്ടെന്നല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരാറില്ല. ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ടുള്ള കേസസ് ആണ് കൂടുതലും വരാറ്. ഡിസ്റ്റൻസ് ഈക്വൽ ആകുമ്പോൾ എന്താണ് സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്തിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എങ്കിൽ നിങ്ങൾ ശരി. ടൈപ്പ് 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡും കൂടെ ചെയ്തു, പെട്ടെന്ന് ചെയ്തു. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എങ്ങനെയാ നമ്മളിപ്പോ പറഞ്ഞ ഏത് കൺസെപ്റ്റ് ആണെന്ന് ആലോചിക്കുക, അങ്ങനെ ചെയ്യും. എന്താ ബാക്കിയുള്ളവരെന്താ പെട്ടെന്ന് ചെയ്യേണ്ടതല്ലേ? പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ലത്, വളരെ എളുപ്പമാണ്. Boy goes to school at 3 km/h. അങ്ങോട്ട് പോകുന്നത് 3 km ആണ്, 3 km/h ആണ്. Returns at the speed of 2 km. Returns 2 km/h. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ മാറുന്നില്ല, കൂടോ കുറയൊന്നുമില്ല. ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ തന്നിട്ടുള്ളത്? സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡിന്റെ റേഷ്യോ എന്താ? 3:2 ആണ് അല്ലെ? അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2:3 ആയിരിക്കും. ഓക്കെ, 3 km/h 2 km/h പോകുന്നത് 2:3 ടൈമിന്റെ റേഷ്യോ വരിക. അവരുടെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. He takes 5 hours in total എന്നാണ്. അപ്പൊ 2 units plus 3 units 5 units ആണ് നമ്മൾ യൂണിറ്റിൽ പറയുകയാണെങ്കിൽ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അത് എത്രയാണ്? 5 hours ആണ് അല്ലെ? അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 hour ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 hour ആണ്. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റ് എത്രയായിരിക്കും? 2 hour ആയിരിക്കും. 2 യൂണിറ്റ് 2 hour ആണെങ്കിൽ 3 × 2 3 km/h അല്ലേ പോകുന്നത്? 3 km/h ആണ് സ്പീഡ്. അതിന് എടുക്കുന്ന ടൈം 2 hour ആണ്. അപ്പൊ 3 × 2 6 kilometers ആയിരിക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അഭിരാമി ഇപ്പോഴും മറ്റേ കൺവെൻഷനൽ ആയിട്ട് ആൻസർ ഇടുന്നുണ്ടല്ലോ. കൺവെൻഷനൽ ആയിട്ട് ചെയ്തിട്ട് ആൻസർ ഇടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കൺവെൻഷനൽ ആയിട്ട് ചെയ്യണം. കിട്ടിയ അഭിരാമി, അജയ് എല്ലാവർക്കും ഓക്കെ ആണോ ഞാൻ പറയുന്നത്? ചിലർക്ക് ടൈം സ്പീഡ് പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാറില്ല, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ ആണോ? അടുത്ത ചെയ്തോ. 2 men start together to work at 4 km and 3 km/h. The former arrives half an hour before the later. Okay, ഇവിടെ രണ്ടുപേര് നടക്കുക. 2 men, A and B എന്ന് വിളിക്കാം. എയും പോകുന്നു, ബിയും പോകുന്നു. ഓക്കെ, അപ്പൊ അവര് എത്തേണ്ട ഫോമർ arrives half an hour before the later. ഓക്കെ, ആദ്യം ആരെത്തിയെന്ന് നമുക്കറിയില്ല, ആരും എത്തിക്കോട്ടെ. ആദ്യം എന്തായാലും ഇയാളെ എത്തുള്ളൂ. 4 കിലോമീറ്ററിൽ പോകുന്ന ആളെ എത്തുള്ളൂ, സ്പീഡ് കൂടിയുള്ള ആളെ എത്തുള്ളൂ. അയാൾ ഇവിടെ എത്തിയതിനു ശേഷം ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആൾ ഇവിടെ എത്തിയത്. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിസ്റ്റൻസ് സെയിം ആണ്. ഒരേ സ്ഥലത്ത് എത്തുന്നതിലല്ലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പീഡിന്റെ റേഷ്യോ അറിയാം നമുക്ക്. സ്പീഡിന്റെ റേഷ്യോ ഡയറക്റ്റ് ചെയ്താം. 4:3 ആണെന്ന് നമുക്ക് ഡയറക്റ്റ് ചെയ്താം അല്ലെ? അവിടെ നമുക്ക് എന്ത് എഴുതാം? ടൈമിന്റെ റേഷ്യോ എഴുതാം. 3:4 ആണെന്ന് എഴുതാം. ടൈമിന്റെ റേഷ്യോ 3:4 ആണ് എന്ന് വെച്ചാൽ 4 km/h പോകുന്നതാണ് 3 യൂണിറ്റ്സ് എടുക്കുവാണെങ്കിൽ 3 km/h പോകുന്നതാണ് 4 യൂണിറ്റ്സ് എടുക്കും. അതാണ് ഇങ്ങനെ തന്നെ നോക്കണം കേട്ടോ. 4 km/h പോകുന്നതാണ് 3 യൂണിറ്റ് എടുക്കുവാണെങ്കിൽ 3 km/h പോകുന്നതാണ് 4 യൂണിറ്റ്സ് ടൈം എടുക്കും. ഓക്കെ, പക്ഷെ എന്താ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫോർമർ arrives half an hour before the later. അതായത് 4 സ്പീഡ് കൂടിയ ആള് ഹാഫ് ആൻ അവർ, അരമണിക്കൂർ മുന്നേ രണ്ടാമത്തെ ആളേക്കാൾ അരമണിക്കൂർ മുന്നേ ഡെസ്റ്റിനേഷനിൽ എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് ആയിട്ടുള്ള 1 യൂണിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ യൂണിറ്റിൽ പറയുകയാണെങ്കിൽ 3 യൂണിറ്റിലും 4 യൂണിറ്റിലുമാണ് എത്തുന്നത് അല്ലെ? അതായത് അവരുടെ ഒരു ഡിഫറൻസ് 1 യൂണിറ്റിന്റെ ഡിഫറൻസ് ആണ്. 1 യൂണിറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്. ആ 1 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത്.
അല്ലെ? 1 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റ് ഹാഫ് ആൻ അവർ ആണെങ്കിൽ 3 യൂണിറ്റ് എന്തായിരിക്കും? 3/2 അവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 1.5 അവേഴ്സ് ആയിരിക്കും. അപ്പോൾ 4 കിലോമീറ്റർ പെർ അവറിൽ 3/2 അവർ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4 ഇൻറ്റു 3/2 ഇൻറ്റു 2, 2 ഇൻറ്റു 3, 6 കിലോമീറ്റർ. 6. ഓക്കെ, ശരൺ അങ്ങനെ 3.5 വന്നു സാർ. ടൈം കണ്ടുപിടിച്ച് നിർത്തിയോ? ടൈം കണ്ടുപിടിച്ചാൽ 3.5 ഇല്ലല്ലോ. ശരൺ എങ്ങനെ 3.5 വന്നെ? ഇല്ല സാർ, രണ്ടും മൾട്ടിപ്ലൈ ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്തു പോയി. അതാ തെറ്റിപ്പോയതല്ലേ? മനസ്സിലായില്ലേ? സംഭവം ഓക്കെ അല്ലേ? അതെ സാർ, മനസ്സിലായി. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ വേണ്ടത്. Man traveled a certain distance by train at the rate of 25 km per hour and came back. ഈ ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും ഇതുണ്ടാവും, കെയിം ബാക്ക്. അപ്പം നിങ്ങൾ ഈ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, നമുക്ക് എപ്പോഴും റേഷ്യോ തരും, സ്പീഡിന്റെ റേഷ്യോ തരും, അത് നമ്മൾ ടൈമിന്റെ റേഷ്യോയിൽ എഴുതും. ഇതിനെ എന്നിട്ട് ആക്ച്വൽ ഡാറ്റയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. ഇവിടെ ഡിഫറൻസ് ആയിരുന്നു തന്നത്, ഹാഫ് ആൻ അവർ. നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ടോട്ടൽ ടൈം ആയിരുന്നു തന്നത് 3+4. ഓക്കെ, ഇനി ചിലപ്പോൾ ചില കേസിൽ ഈ ഫസ്റ്റ് 4 കിലോമീറ്ററിൽ പോയ ആൾ എടുത്ത ടൈം ആയിരിക്കും തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതേണ്ട ഇത്രേ ഉള്ളൂ, സ്പീഡിന്റെ റേഷ്യോ ഇൻവേഴ്സ് ആയിട്ട് എഴുതുക, എന്നിട്ട് ഇതിൽ നിന്ന് എങ്ങനെ ആക്ച്വൽ ഡാറ്റയിലേക്ക് പോവാന്നുള്ളത് അത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു തന്നിട്ടുണ്ടാവും, അത് ഉപയോഗിച്ചാണ് ചെയ്താൽ മതി. എളുപ്പമാണ് ഇതൊക്കെ, ടൈം സ്പീഡ് എളുപ്പമാണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരും ടൈം സ്പീഡിൽ. വേഗം ചെയ്തേ. 5 hours 48 minutes. A whole journey took 5 hours 48 minutes. 5 hours 48 minutes എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 5 48 divided by 60. 5 48 by 60. 12 വെച്ച് പോകും, എത്ര പോകും? 4 5. ഓക്കെ, അപ്പൊ എന്ത് എഴുതാം? 5 into 5 25 plus 4 29 by 5 hours എന്ന് എഴുതാം. 29 by 5 hours എന്ന് എഴുതാം. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷനിലാക്കിയിട്ട് 29 by 5 hours എന്ന് എഴുതാം. മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് ബൈ 60, സെക്കൻഡിന് അവേഴ്സ് ആക്കാനാണെങ്കിൽ ഡിവൈഡ് ബൈ 60 into 60, മിനിറ്റിന് അവറിലാക്കാൻ ഡിവൈഡ് ബൈ 60. ഓക്കെ, സെക്കൻഡിന് അവറിലാക്കാനാണെങ്കിൽ ഡിവൈഡ് ബൈ 60 into 60. 60 ചെയ്യുമ്പോൾ മിനിറ്റ് ആവും, പിന്നെ അതിനെ ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ അവർ ആവും. കറന്നിരിക്കണം കേട്ടോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ചെറിയ ക്ലാസ് പഠിക്കുന്നതല്ലേ. കിട്ടിയോ എല്ലാവർക്കും? അപ്പൊ എന്താ സ്പീഡ് അറിയാം, എന്താ 25 4 ആണ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ 4 25. ഓക്കെ, അപ്പൊ ടോട്ടൽ 29 യൂണിറ്റ്സ് ആണ് എന്ത് തന്നേക്കുന്നത്? 29 by 5 hours തന്നേക്കുന്നത്. അപ്പൊ 1 യൂണിറ്റ് എന്താണ്? 1/5 ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഓക്കെ, അപ്പൊ 4 യൂണിറ്റ്സ് എന്തായിരിക്കും? 4/5 hours ആയിരിക്കും. അപ്പൊ 25 കിലോമീറ്റർ പെർ അവറിൽ 4/5 hours പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാണ്? 25 into 4/5. ഓക്കെ, 5 into 4 20 kilometers. ഓക്കെ ആണോ? ഞാൻ എല്ലാവരും പറയുന്നുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ കൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. ശരത്തിന് കിട്ടുന്നില്ല, സ്പീഡ് കൂട്ടണം. अजय अजय के दो अजय अभिराम
Question എന്താ? A man covers a certain distance with a speed of 45 km per hour. സാധാരണ അയാൾ പോകുന്നത് 45 km per hour സ്പീഡിലാണ്. When he increases his speed up to 60 km per hour, up to 2 എന്ന് പറയുമ്പോൾ 60 ആക്കി എന്നാണ്. By ആണെങ്കിൽ 40 plus 60 100 ആവും. ഓക്കെ, ഇത് അപ് ടു 2 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ആയതുകൊണ്ട് 45 plus 60 105 ആവും. ഓക്കെ, 105 ആവും. പക്ഷേ ഇത് 2 ആയതുകൊണ്ട് 45 നിന്ന് 60 ആക്കി എന്നാണ് മീൻ. ഓക്കെ, അങ്ങനെ അയാൾ 60 km per hour പോയി കഴിഞ്ഞപ്പോൾ 5 hours കുറവേ എടുത്തുള്ളൂ, 5 hours കുറച്ചേ എടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് സെയിം ആണല്ലോ, 45 പോയതും 60 പോയതും ഡിസ്റ്റൻസ് സെയിം ആണ്. സ്പീഡിന്റെ റേഷ്യോ എന്താ? 45 60. ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. 50 വെച്ച് പോവുമല്ലോ, 3 times 5 times. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:3. ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് സ്പീഡിന്റെ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ അതിന് 5 hours ലെസ് ദാൻ ഏർലിയർ എന്നാണ് പറയുന്നത്. 5 hours ലെസ് ദാൻ ഏർലിയർ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് അല്ലെ, ഡിഫറൻസ് എത്രയാ? 2 യൂണിറ്റ്. എന്താടാ? റേഷ്യോ 3:4. 4:3 അല്ലെ. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് അല്ലെ. ആദ്യം പോയതിൽ നിന്ന് രണ്ടാമത് പോയപ്പോൾ എത്രയാ? 5 hours കുറവാണ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 യൂണിറ്റ് എടുത്തിടത്ത് ഇപ്പൊ 3 യൂണിറ്റ് ആണ് എടുത്തത്. അതായത് ആ ഡിഫറൻസ് ആയിട്ടുള്ള 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 5 hours എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 1 യൂണിറ്റ് 5 hours ആണെങ്കിൽ ടൈം 4 യൂണിറ്റ് എത്രയായിരിക്കും? 20 hours ആയിരിക്കും. 4 യൂണിറ്റ് 20 hours ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 20 hours അയാൾ പോയ സ്പീഡ് എത്രയാണ്? 45 km per hour ആണ്. ഇത് എടുക്കരുത് കേട്ടോ, ഈ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഈ റേഷ്യോയില് മൾട്ടിപ്പിൾ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് 20 × 3 60 km എന്ന് എഴുതി വെക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. 3 എന്ന് പറയുന്നതല്ല സ്പീഡ്. നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. 3 അല്ലല്ലോ നമ്മുടെ സ്പീഡ്. നമ്മുടെ സ്പീഡ് 45 അല്ലേ, അത് സിംപ്ലിഫൈ ചെയ്തിട്ടല്ലേ 3:4 ആക്കിയത്. ഓക്കെ, അപ്പൊ ആക്ച്വൽ സ്പീഡ് എത്രയാ? 45 ആണ്. 45 ഇൻറ്റു ആക്ച്വൽ ടൈം എത്രയാ? 20 = 900 km. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതി പോവാ. അവിടെ എഴുതിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരില്ല. നിങ്ങൾ ആദ്യം തന്നെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കും. അത് പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിച്ചേക്കും. പക്ഷെ ആദ്യം തന്നെ 60 കിടപ്പുണ്ടെങ്കിൽ 600 കിട്ടും, 60 കിട്ടും. ഒരു 0 വിട്ടായിരിക്കും 600 കുട്ടി പോകും. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ എഴുതുക. ആദ്യം ആക്ച്വൽ വാല്യൂ എഴുതുക, സിംപ്ലിഫൈ ചെയ്ത് എഴുതുക, ക്രോസ് ചെയ്ത് എഴുതുക. എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് എങ്ങനെ ആക്ച്വൽ ടൈമിലേക്ക് എത്താമെന്നുള്ളത് അതിന് എന്തെങ്കിലും ഡാറ്റ തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സമ്മ്, അവരുടെ ഇൻഡിവിജ്വൽ ടൈം തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ടൈമിന്റെ സമ്മ് തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ് തന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ആർക്കും ചാർജൊന്നുമില്ല, എല്ലാവരുടെ വീട്ടിലും കറണ്ടൊന്നുമില്ലേ? ഫുൾ മഴയാണല്ലേ. നെക്സ്റ്റ് വൺ, 5th വൺ പെട്ടെന്ന് ചെയ്തേ. ഹൺഡ്രഡ് ഉണ്ട്, 120 ഉണ്ട്, ഇനി ഉണ്ടോ? ഇവിടെ ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഡിസ്റ്റൻസ് സെയിം ആണെന്ന് മനസ്സിലായല്ലോ. ഡിസ്റ്റൻസ് സെയിം ആണെന്ന് മനസ്സിലായല്ലോ. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ ടൈമിന്റെ റേഷ്യോയ്ക്ക് ഇൻവേഴ്സ് ആയിരിക്കും. T2 = T2 T1 ആയിരിക്കും അല്ലെ. സ്പീഡിന്റെ റേഷ്യോ എഴുതണം അല്ലെ. സ്പീഡിന്റെ റേഷ്യോ ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്? 40 ആണ്. പിന്നീട് ഇൻക്രീസ് സ്പീഡ് ബൈ 50. ഇവിടെ നോക്കണം, ബൈ ആണോ 2 ആണോ നോക്കണം.
2 ആണെങ്കിൽ 50 ആക്കിയതാണ്. ബൈ ആണെങ്കിൽ നേരത്തെ ഉള്ളതിൽ നിന്ന് 50 കൂട്ടിയെന്നാണ്. അപ്പൊ 40യിൽ നിന്ന് എന്താക്കിയിട്ടുണ്ടാവും? പ്ലസ് 50 90 ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 4:9 ആണ്. സ്പീഡിന്റെ റേഷ്യോ 4:9 ആണ്. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:4. ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:4. ഓക്കെ, then it takes him 20 minutes less than earlier to cover the same distance. So എന്താണ് പറയുന്നത്? 20 minutes less than. അപ്പൊ ഈ ഡിഫറൻസ് എത്രയാ? 5 യൂണിറ്റ്സ് ആണ്. ആ 5 യൂണിറ്റ്സ് ആണ് അവർ എന്തെന്ന് പറയുന്നത്? 20 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ 1 യൂണിറ്റ് എത്രയാ? 4 മിനിറ്റ് ആണല്ലോ. 1 യൂണിറ്റ് 4 മിനിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 9 യൂണിറ്റ്സ് എത്രയായിരിക്കും? 36 മിനിറ്റ്സ് ആയിരിക്കും. 36 മിനിറ്റ്സ് ആയിരിക്കും. ഈ 36 മിനിറ്റ്സ് കൊണ്ട് അയാൾ പോകുന്നത്, അയാൾ 40 കിലോമീറ്റർ പെർ അവറിൽ അയാൾ ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് 36 മിനിറ്റ്സ് എന്ന് പറയുന്നത്. 36 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? യൂഷ്വൽ ടൈം അല്ലേ? ടൈം ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താ 100 കിലോമീറ്റേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്? 100 ഒക്കെ എഴുതി വെച്ചേക്കുന്നത്? Find his usual time to cover the distance എന്നല്ലേ ചോദിച്ചേക്കുന്നത്? 100 മിനിറ്റ് ആവും. എനിക്കാണോ തെറ്റിയത്? എനിക്കാണോ തെറ്റിയത്? എവിടെ തെറ്റിയേ? ഞാൻ പറയാം, നിങ്ങൾ 5x20 100 മിനിറ്റ്സ് നടക്കും. സാർ അത് 20 മിനിറ്റ്സ് അല്ലേ? അതിനെന്താ? അതിന് അവർ ആക്കണ്ടേ? ബാക്കിയെല്ലാം അവറിലല്ലേ തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഓപ്ഷൻ എന്താന്ന് നിനക്ക് അറിയാമോ? ഇല്ല, അതുകൊണ്ടല്ലേ. ഇല്ലല്ലോ. ഇത് റേഷ്യോ അതാണോ ഉദ്ദേശിച്ചത്? അതിന് നീ വേണമെങ്കിൽ അവർ ആക്കിക്കോ. ഇവിടെ നോക്കിയോ, ഇവിടെ എത്രയാ? 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്കി 20/60 എത്ര വരും? 1/3. 1/3 അവർ അല്ലേ? അപ്പൊ 5 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 1/3 അവർ ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1/15 അവർ ആണ്. 1/15 അവർ ആണ്. അപ്പൊ 9 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1/15 × 9 എന്ന് പറയുന്നത് 3/5 hours. 3/5 hours. 3/5 hours എന്ന് പറയുന്നത് 36 മിനിറ്റ്സ് ആണ്. നിങ്ങൾക്കൊക്കെ 100 കിട്ടിയ എങ്ങനെയാണെന്ന് അറിയോ? 4:5 ആണോ അടുത്ത എല്ലാവരും? ആണോടാ? അതാണ് 4:5 അല്ല, 4:9 ആണ് കിട്ടുന്നത്. അതാണ് ഞാൻ ബൈയും 2 നോക്കണം എന്ന് പറഞ്ഞത്. എല്ലാവരും 100 ഇടയ്ക്കാണ് 120 കിട്ടുന്നത്. റേഷ്യോ ആയതുകൊണ്ട് നിങ്ങളത് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. റേഷ്യോ അല്ലേ? റേഷ്യോ നമുക്ക് അവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തായാലും 40 ആണ് ഇനീഷ്യൽ സ്പീഡ് അല്ലേ? if he increases his speed by 50 km/h എന്നാണ്. ബൈ എന്ന് പറയുമ്പോൾ 40 + 50 90 km/h ആക്കിയെന്നാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ അപ് ടു അല്ലെങ്കിൽ 260 km/h എന്നായിരുന്നു. അതായത് 45-ൽ നിന്ന് 60 ആക്കിയെന്നായിരുന്നു. പക്ഷെ ഇവിടെ ബൈ ആണ്. ബൈ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഞാൻ അതൊക്കെ പഠിപ്പിച്ചിരുന്നോ? ബൈയും 2 ഒക്കെ പഠിപ്പിച്ചിരുന്നോ? ബൈ എന്ന് പറയുമ്പോൾ 40 + 50 90 km/h ആയി എന്നാണ്. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ എന്തായി? 40/90 ആ. സെക്കൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 90 ആ വരുന്നത്. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:9 ആണ്. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്തായി? 9:4 ആയി. 9:4 ആയി. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്സ് ആണ് അല്ലെ? ആ 5 യൂണിറ്റ്സ് ആണ് 20 മിനിറ്റ്സ് എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, 20 മിനിറ്റ്സ് എന്ന് തന്നിരിക്കുന്നത്. ഈ മിനിറ്റ്സിലല്ല അവറിൽ എടുക്കണമെങ്കിൽ 5 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 20/60 അല്ലെങ്കിൽ 1/3 അവർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ 1 യൂണിറ്റ് എത്ര വരും? 1 യൂണിറ്റ് എത്ര വരും? 4 മിനിറ്റ്സ് വരും. അല്ലെങ്കിൽ ഇവിടെ പറയുകയാണെങ്കിൽ 1 യൂണിറ്റ് എത്ര വരും? 1/15 hours വരും. ഓക്കെ, നമുക്ക് വേണ്ടത് യൂഷ്വൽ ടൈം ആണ്. യൂഷ്വൽ ടൈം എന്ന് പറഞ്ഞാൽ യൂഷ്വൽ സ്പീഡിൽ പോകുന്ന ടൈം ആയിരിക്കുമല്ലോ. യൂഷ്വൽ സ്പീഡ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ, സാധാരണ പോകുന്ന 40 km/h ആയിരിക്കും എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ 40 km/h കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഏതാ? 9 യൂണിറ്റ്സ് ആണ്. 40 km/h കറക്റ്റ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 9 യൂണിറ്റ്സ് ആണ്. അപ്പൊ 1 യൂണിറ്റ് 4 മിനിറ്റ്സ് ആണ്. 9 യൂണിറ്റ്സ് എത്രയായിരിക്കും? 36 മിനിറ്റ്സ് ആയിരിക്കും. 36 മിനിറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ 9 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 9/15 അവർ ആയിരിക്കും. അല്ലെങ്കിൽ 3/5 hours ആയിരിക്കും. 3/5 hour എന്ന് പറയുന്നത് 36 മിനിറ്റ്സ് തന്നെയാണ്. മനസ്സിലായോ?
ഈ ബൈയും ടൂ ഒന്ന് നോക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരണോ? ബൈയും ടൂ കൺജക്ഷൻ അങ്ങനെ എന്തോ അല്ലേ? മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ തെറ്റിയത് അതുകൊണ്ടായിരിക്കും. ഗൂഗിൾ മനസ്സിലായടാ? ഗൂഗിളെ മനസ്സിലായി സർ. നിങ്ങൾക്ക് എങ്ങനെ 120 തന്നെ? അത് മറ്റാ റേഷ്യോ 1/5 എടുക്കില്ലേ, ആ അത് എടുത്തപ്പം കാൽക്കുലേറ്റ് ചെയ്താ തെറ്റിപ്പോയി. നിങ്ങൾക്ക് 120 അവർ വന്നു. ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടി പോകും. നെക്സ്റ്റ് 5 കഴിഞ്ഞു. 6 7 നമ്മൾ ചെയ്തില്ലേ? നമ്മൾ ചെയ്തു. ഓക്കെ, മനസ്സിലായോ? നിങ്ങളൊന്ന് നോക്കി. ഇതാണ് ബേസ്. ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത ടൈപ്പ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബേസ് ഇല്ലെങ്കിൽ അടുത്ത ടൈപ്പിലേക്ക് പോയിട്ട് കാര്യമില്ല. പിന്നെ ഇത് നിങ്ങൾ നാളെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് കൺവെൻഷണൽ മെത്തേഡിൽ, അതായത് ഈ സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം, ആ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓരോ ക്വസ്റ്റ്യനിലും ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. എക്സാം ഹാളിൽ ചിലപ്പോൾ ഇതൊന്നും കത്തിന്ന് വരില്ല. ചിലപ്പോൾ ഒന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ റേഷ്യോ മെത്തേഡൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ടൈമിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു സാധനം തന്നെ യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഇതും കൂടെ അപ്ലൈ ചെയ്ത് പഠിച്ചു നോക്കുക. കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ പിന്നെ ഇത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പൊ ടൈപ്പ് 1 കഴിഞ്ഞു. ഇനി ടൈപ്പ് 2 ആണെന്ന് തോന്നണോ നോക്കട്ടെ. നെക്സ്റ്റ് ഡേ തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ പഠിച്ചതൊക്കെ തന്നെയാണ്. ക്വസ്റ്റ്യന്റെ ആ ഒരു ലാംഗ്വേജ് മാറുന്നു മാത്രം. വോയിസ് കട്ടാവുന്നുണ്ടോ? എല്ലാവർക്കും കട്ടാവുണ്ടോ? വോയിസ് കട്ടാവുണ്ടോ? എല്ലാവർക്കും കട്ടാവുണ്ടോ? എനിക്കുള്ള സാറേ നല്ല മഴയാ. ശരത്തെ വോയിസ് കട്ടാവുന്നുണ്ടോ? ഇല്ല ഇല്ല, അത് നിനക്കായിരിക്കും ആദ്യം. ആ സാറേ ഇവിടെ നല്ല മഴയാ. ചെറിയ ഡിസ്റ്റർബൻസ് വഴിയില്ലല്ലോ. സാറേ അല്ല ഇവിടെ നല്ല മഴയാ അതുകൊണ്ട് നെറ്റ് കട്ടാവുന്നേ. നിന്റെ സൗണ്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് കേൾക്കാലോ. ചെറിയ വിഷയം കുഴപ്പമില്ല, നോക്ക്. റെക്കോർഡിംഗ് തരാം. എടാ ഇവനെവിടെ? ഇവനെവിടെ? സാറേ അവന് വയ്യെന്ന് തോന്നുന്നു. കാലിനായിട്ടായിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വെച്ചോ. Ram goes to his office by scooter at 30 km/h. 30 km/h സ്പീഡിൽ അയാൾ ഓഫീസിൽ പോകണം. റീച്ചസ് 6 minutes early. 6 മിനിറ്റ് മുന്നേ എത്തും. ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 6 മിനിറ്റ് മുന്നേ എത്തും.
if he goes at the speed of 24 km/h, reaches 5 minutes late. 24 km/h ലാണ് പോകുന്നതെങ്കിൽ 5 മിനിറ്റ് ലേറ്റ് ആവും. Find the distance from his office to home, അല്ലെങ്കിൽ home to office. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന് ഞാനിപ്പോ 10 മണിക്കാണ് ഓഫീസ് ടൈം എന്ന് വിചാരിച്ചു. 10 മണിക്കാണ് ഓഫീസ് ടൈം എങ്കിൽ രണ്ട് കേസ് ഉണ്ട്. 30 km/h പോകുന്നതെങ്കിൽ എത്ര മണിക്ക് എത്തും? 9:54 എത്തും. അല്ല 24 km/h പോകുന്നതെങ്കിൽ 5 മിനിറ്റ് ലേറ്റ്. 5 മിനിറ്റ് ലേറ്റ് എന്ന് പറയുമ്പോൾ 10:05 6 മിനിറ്റ് ഏർലി എന്ന് പറയുമ്പോൾ 9:54 എത്തണമല്ലോ, 6 മിനിറ്റ് മുന്നേ എത്തണം. അതേപോലെ 24 km/h പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലേറ്റ് ആയിരിക്കും, 5 മിനിറ്റ് ലേറ്റ് ആയിരിക്കും. അത് 10:05 എത്തും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് ഇയാൾ എപ്പോഴും പോകുന്നത് ഹോം ടു ഓഫീസ് ആണ്. ഹൗസിൽ നിന്ന് അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. അതായത് അവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് വരണം സ്പീഡിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അതിന്റെ സ്പീഡിന്റെ റേഷ്യോ എന്താ? 30:24. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5:4 ആണ് സ്പീഡിന്റെ റേഷ്യോ. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കണം? 4:5 ആയിരിക്കണം. ടൈമിന്റെ റേഷ്യോ 4:5 ആയിരിക്കണം. എന്നിട്ട് ഇനി ഇതിനെ ആക്ച്വൽ ടൈമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം 6 minutes ഏർലി ആണ് എത്തുന്നതെങ്കിൽ 9:54 എത്തേണ്ടത്. 5 മിനിറ്റ് ലേറ്റ് ആണെങ്കിൽ 10:05 എത്തേണ്ടത്. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6 + 5 11 minutes ആണ് അല്ലെ? 9:54 എത്തുന്ന ഒരാളും 10:05 എത്തുന്ന ആളും തമ്മിലുള്ള ടൈമിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 minutes ആണ്. നമ്മൾ യൂണിറ്റ്സിൽ പറഞ്ഞാൽ 4ഉം 5ഉം ഡിഫറൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ 1 യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന 11 minutes അല്ലെങ്കിൽ 11/60 hours. ഓക്കെ, 1 യൂണിറ്റ് 11/60 ആണെങ്കിൽ 4 യൂണിറ്റ് എന്തായിരിക്കും ഇവിടെ? 44/60 ആയിരിക്കും. 44/60 hours ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് എത്രയാ? 30 km/h ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എത്രയാ? 44/60. 30/62 which is equal to 22 km. ഓക്കെ, നമ്മൾ ടൈപ്പ് 1 നമുക്ക് ഡയറക്റ്റ് ഡിഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു. 5 hours മുന്നേ എത്തി, ഹാഫ് ആൻ അവർ ലേറ്റ് ആയി, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഡിഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇൻഡിവിജ്വലി ലേറ്റ് ആവുന്ന ടൈം എത്ര, നേരത്തെ വരുന്ന ടൈം എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്യണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം എത്രയാണ് ലേറ്റ്, എത്രയാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇതൊരു ടൈപ്പാണ്, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് ടൈം കണ്ടുപിടിക്കണം. ആ ടൈമിന് അവരുടെ ആ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ തന്നെ നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കണം ഈ 5 എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യരുത്. 30 വെച്ച് മൾട്ടിപ്ലൈ, സിംപ്ലിഫൈ ആയിട്ടുള്ള റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ തെറ്റാക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് സ്പീഡ് കൂടുമ്പോൾ. അങ്ങനെ ചെയ്യരുത്, ആക്ച്വൽ സ്പീഡ് വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. നമുക്ക് 5 ടൈപ്പ് തന്നെ ഉണ്ട്, അത് തീർക്കാനുള്ള തീർത്തിട്ടാണ്. കുറെ തീരാണ്ട് കുറച്ച് ബിസി ആയിരുന്നു കഴിഞ്ഞ ഒരു മാസം, അതുകൊണ്ടാണ് ശരിക്കും ഒന്ന് നോക്കാൻ പറ്റാത്തത്. ഓക്കെ, പെട്ടെന്ന് ചെയ്ത സ്പീഡ് കൂട്ടിക്കുക അബ്രാമേ. നീ പോയോ? അബ്രാമേ, ശരൺ ഇല്ലേ? ശരൺ മനസ്സിലായില്ലേ? ചെയ്യാനൊന്നുമില്ല, എളുപ്പമാണല്ലോ ഇത്.
ശരണില്ലേ? ശരം പോയോ? ഉണ്ടല്ലോ. ചോറുണ്ടായി. കിട്ടിയില്ലേ ഇത്? എളുപ്പമാണല്ലോ. മനസ്സിലായില്ലേ? ഇല്ലേ? നേരത്തെ ക്വസ്റ്റനോ? കിട്ടിയില്ലേ? പിന്നെന്താ പറയാനേ? ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ക്വസ്റ്റൻ ഒന്നുകൂടെ പറയാം. സ്റ്റാർട്ടിംഗ് ഫ്രം ഹിസ് ഹൗസ്. മനസ്സിലായി. എന്താടാ? നേരത്തെ മനസ്സിലായിരുന്നു സാർ, ഇത് കിട്ടിയില്ല. നേരത്തെ മനസ്സിലായി, ഇത് കിട്ടിയില്ല. എന്താ കിട്ടണ്ടാണല്ലോ. സ്റ്റാർട്ടിംഗ് ഫ്രം ഹിസ് ഹൗസ്, one day student walked at 2.5 km/h, 2.5 km/h and reached 6 minutes late. 6 minutes ലേറ്റിലാണ് എത്തിയത്. നമ്മൾ 10 AM ആണ് സ്കൂൾ ടൈം എന്ന് വിചാരിച്ചു. 6 minutes ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ 10:06 AM ആ കുട്ടി സ്കൂളിൽ എത്തിയിട്ടുണ്ടാവുക. ലേറ്റ് എന്ന് പറയുമ്പോൾ 10 മണി കഴിഞ്ഞിട്ടായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡേ he increased his speed by 1 km/h. By 1 km/h. അപ്പോൾ തലേന്ന് ലേറ്റ് ആയതുകൊണ്ട് ആ കുട്ടി 1 കിലോമീറ്റർ സ്പീഡ് കൂട്ടി. ഇന്നലെ ലേറ്റ് ആയി, ഇന്ന് നേരത്തെ എത്താന്ന് വിചാരിച്ചിട്ട് 1 km/h സ്പീഡ് കൂട്ടിയിട്ടാണ് പോയത്. ബൈ ആണ്, 2 അല്ല. ബൈ 2 വരില്ലല്ലോ 1 വരുമ്പോൾ. അപ്പൊ ബൈ എന്ന് പറയുമ്പോൾ 2.5 നിന്ന് 3.5 ആയിട്ടുണ്ടാവും അല്ലെ? അപ്പം ആ ടൈമിൽ ആ കുട്ടി റീച്ച് സ്കൂൾ 6 minutes earlier. 6 മിനിറ്റ് നേരത്തെ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ 9:54 AM എത്തിയിട്ടുണ്ടാവും. 6 മിനിറ്റ് നേരത്തെ എത്തി. ഓക്കെ. ഹൗ ഫാർ ഇസ് ദ സ്കൂൾ ഫ്രം ഹിസ് ഹൗസ്? അപ്പൊ ഹൗസിൽ നിന്ന് സ്കൂളിലേക്കാണ് പോകുന്നത് 2 ദിവസം. ഒരു ദിവസം പോയത് 2.5-ലാണ്, രണ്ടാമത്തെ ദിവസം പോയത് 3.5-ലാണ്. പക്ഷെ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ റേഷ്യോ എഴുതും, സ്പീഡിന്റെ റേഷ്യോ എഴുതും. 2.5 3.5 5 വെച്ച് 0.5 വെച്ച് വെട്ടി കഴിഞ്ഞാൽ 5:7 അല്ലെ? അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:5 ആയിരിക്കും. ഓക്കെ. ഇനി എന്താ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. എത്ര യൂണിറ്റ്സിന്റെ? 2 യൂണിറ്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അത് ആക്ച്വലി എത്രയാണ്? 6ഉം 12 മിനിറ്റ് ആണ് അല്ലെ ആക്ച്വൽ ഡിഫറൻസ്. ഫസ്റ്റ് ഡേ എത്തിയ 10:06-ഉം സെക്കൻഡ് ഡേ എത്തിയ 9:54-ഉം തമ്മിലുള്ള ആ ടൈമിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 12 മിനിറ്റ് ആണ് അല്ലെ? ആ 12 മിനിറ്റ്സ് ആണ് ഇവിടെ വരുന്ന യൂണിറ്റ്സിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 2 യൂണിറ്റ്സ്. 2 യൂണിറ്റ്സ് എന്തായിരിക്കും? 12/60 hours അല്ലെങ്കിൽ 1/5 hours ആയിരിക്കും. 1/5 hours ആയിരിക്കും. ഓക്കെ. അപ്പൊ 2 യൂണിറ്റ്സ് 1/5 hour ആണെങ്കിൽ 1 യൂണിറ്റ് 1/10 hour ആയിരിക്കും. 1/10 hour ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 7 യൂണിറ്റ്സ് എത്ര ആയിരിക്കും? 7/10 hour ആയിരിക്കില്ലേ? അല്ലേ? അപ്പം ആക്ച്വലി 2.5 km/h എത്ര ടൈം എടുക്കുന്നുണ്ട്? 7/10 hours എടുക്കുന്നുണ്ട്. കറക്റ്റ് ആണോ ഞാൻ ചെയ്തത്? തെറ്റിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. 7 into 2.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 7 into 2.5 എന്ന് പറയുമ്പോൾ 175. 17.5 divided by 10 equals 1.75 kilometers. 1.75 kilometers. മനസ്സിലായോ ശരണേ? ഇനി എവിടെയാ കിട്ടാത്തെ? എവിടെയാ പോയത്? കിട്ടിയോ? ഓക്കെ ആയോ? സാർ യൂണിറ്റ് എടുത്തപ്പോ മാറിപ്പോയി സാർ. ബാക്കി എല്ലാവരും ഓക്കെ ആണോ? അജയ് ഇങ്ങനെ തന്നെയൊക്കെ ചോദിക്കുള്ളൂ. ഈ ടൈപ്പ് ഞാൻ ഇവിടെ ക്ലാസ്സിൽ എടുക്കുന്ന ടൈപ്പിൽ കൂടുതലൊന്നും ചോദിക്കാനുള്ള സാധ്യത ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ടൈം സ്പീഡിലൊന്നുമില്ല. ക്യാറ്റ് ലെവൽ ക്വസ്റ്റൻ ഒക്കെ കേൾക്കും. പിന്നെ അതിനൊന്നും അത്ര വീടുള്ള SSCക്ക് പ്രശ്നമില്ല. പിന്നെ ഈ നമ്പേഴ്സ് ഒക്കെ കുറച്ച് കാൽക്കുലേറ്റീവ് ആക്കാം എന്ന് മാത്രം. മോക്ക് എടുക്കുമ്പോഴും കാണാറില്ല ഇങ്ങനത്തെ ക്വസ്റ്റൻ. നെക്സ്റ്റ് വൺ വേഗം ചെയ്ത് ഫസ്റ്റ്. അഭിരാമേ കിട്ടുന്നുണ്ടോ?
അത് കറണ്ട് അഫയേഴ്സ് പഠിക്കണം കേട്ടോ. വെനസ്ഡേ ടെസ്റ്റ് ഇടാം, ടെസ്റ്റിന്റെ അല്ല. അവിടെ അടുത്ത പാർട്ടിൽ ആർക്കെങ്കിലും NTPC എക്സാം ഉണ്ടോ? ഇല്ലേ? എങ്ങനെയുണ്ട് NTPC എക്സാം? ഞാൻ റിവ്യൂ പോലും വായിച്ചില്ല, സമയം കിട്ടി. എളുപ്പമാണോ NTPC എക്സാം? കഴിഞ്ഞ JEE എക്സാം പോലെയൊക്കെ തന്നെയാണോ? അതിൽ എങ്ങനത്തെ കറണ്ട് അഫയേഴ്സാ ചോദിക്കണമെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് പഠിക്കട്ടോ. ഇനി 10 മണി 11 മണി അതൊന്നും എഴുതണ്ട. 10:15 അല്ലെ? റേഷ്യോ 2:3 ആണ്. ടൈമിന്റെ റേഷ്യോ എന്ത് പറഞ്ഞു? 3:2 ആയിരിക്കണം. അപ്പൊ ആദ്യം 50 മിനിറ്റ്സ് ലേറ്റ് ആണ്, പിന്നെ 5 മിനിറ്റ്സ് ലേറ്റ് ആണ്. 50 മിനിറ്റ്സ് ലേറ്റ് 5 മിനിറ്റ്സ് ലേറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 10 മിനിറ്റ്സ് ആയിരിക്കും. ഇത് രണ്ടും മൈനസ് അല്ലെങ്കിൽ കോമൺ സെൻസ് ആണ്. 50 മിനിറ്റ്സ് ലേറ്റ് എന്ന് പറയുമ്പോൾ 10:15 ആവും. 5 മിനിറ്റ്സ് ലേറ്റ് എന്ന് പറയുമ്പോൾ 10:05 ആണ്. അപ്പൊ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആണ്. ഇനി എഴുതാൻ നിൽക്കരുത്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. 50 മിനിറ്റ്സ് ലേറ്റ് 5 മിനിറ്റ്സ് ലേറ്റ് രണ്ടും കൂടെ ആകുമ്പോൾ 10 മിനിറ്റ്സ് ആയിരിക്കും അവരുടെ ഡിഫറൻസ്. ഇത് 5 മിനിറ്റ്സ് ഏർലി ആണെങ്കിൽ 20 ആയിരുന്നു. ബട്ട് ദിസ് ഇസ് 5 മിനിറ്റ്സ് ലേറ്റ്, രണ്ടും ലേറ്റ് ആയതുകൊണ്ട് 10 മിനിറ്റ്സ് ആയിരിക്കും ഡിഫറൻസ്. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 10/60 1/6 hours ആണ്. ഓക്കെ, 1 യൂണിറ്റ്സ് 1/6 hours ആണെങ്കിൽ 3 യൂണിറ്റ്സ് എത്രയായിരിക്കും? 1/2 hours ആയിരിക്കും. 3 യൂണിറ്റ് 1/2 hours ആണെങ്കിൽ 10 km/h പോയാൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് പറയുമ്പോൾ 10/2 5 kilometers. 5 kilometers. ഓക്കെ, ഈസി. ഇതൊക്കെ എക്സാമിന് 5 സെക്കൻഡ് കൊണ്ട് ചെയ്ത് തീർത്തിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകേണ്ടതാണ്. ഇതൊക്കെ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, പെട്ടെന്ന് ചെയ്യും. അജയ് കിട്ടുന്നുണ്ടോ? അജയ് അതിനൊക്കെ കണ്ടിട്ട് കാര്യം. ഫോർ 5 അല്ലേ? 5 1 യൂണിറ്റ്. 1 യൂണിറ്റ് ആണ് എത്ര? 9 മിനിറ്റ്സ് ലേറ്റ് ആണ്, 9 മിനിറ്റ്സ് ഏർലി ആണ്. അപ്പൊ 9 + 9 18/60 3/10 hours. 3/10 hours. 1 യൂണിറ്റ് 3/10 ആണെങ്കിൽ 5 യൂണിറ്റ്സ് ആണ് 3/10 into 5 3/2 hours. 3/2 hours 4 km/h പോയാൽ 4 into 3/2 6 kilometers. ഇത്ര ചെയ്യാനുള്ളൂ, അതൊന്നും എഴുതി നോക്കണ്ട. ഓക്കെ ആണല്ലോ അല്ലേ? കുറച്ച് പ്രാക്ടീസ് ആകുമ്പോൾ റെഡി ആയിക്കോളൂ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, എന്നിട്ട് എന്താ ചോദിച്ചതെന്ന് മനസ്സിലാക്കുക, ആൻസർ ചെയ്യും. ഓപ്ഷൻസ് ഒക്കെ മിക്സ് ആണ്.
എനിക്ക് ഓപ്ഷനിലില്ലെങ്കിൽ തെറ്റാ. ഓപ്ഷനിലുണ്ട് ആൻസർ ഉണ്ട്. ഓപ്ഷനിലുണ്ടോടാ? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാം. വലിയ ഓപ്ഷനിലുണ്ടല്ലോ അവിടെ. ഹിന്ദിയാണ് വരുന്നത്. ഹിന്ദി വരില്ല. ഹിന്ദി വരാൻ യാതൊരു സാധ്യത ഞാൻ കാണുന്നു. നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ 40 km/h പോകുമ്പോൾ 11 minutes ലേറ്റ്. അതേപോലെ 50 km/h പോകുമ്പോൾ 5 minutes ലേറ്റ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ടൈം, ആ ട്രെയിൻ കറക്റ്റ് ആയിട്ട് ആ ജേർണി കംപ്ലീറ്റ് ചെയ്യേണ്ട കറക്റ്റ് ടൈം എന്താണെന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ആ കറക്റ്റ് ഷെഡ്യൂൾ എന്താണ്, എത്ര മിനിറ്റ് കൊണ്ടാണ് ആക്ച്വലി ആ ട്രെയിൻ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. സ്പീഡിന്റെ റേഷ്യോ, ഡിസ്റ്റൻസ് അസൈൻമെന്റ് സ്പീഡിന്റെ റേഷ്യോ ഡയറക്റ്റ് എഴുതുന്നു 4:5. അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:4. അതെല്ലാവർക്കും അറിയാം. ഓക്കെ, 11 minutes ലേറ്റ് 5 minutes ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായി? 11 + 5 16 minutes ആണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 11 minutes ലേറ്റും 5 minutes ലേറ്റും ആകുമ്പോൾ 6 minutes ആണ്. 6 minutes അല്ലെങ്കിൽ 6/60 1/10 ആണ്. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യം. 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായി? 6 minutes ആണ്. 1 യൂണിറ്റ് 6 minutes ആണ്. അപ്പം 40 km/h എടുക്കുന്നത് 5 units ആണ് അല്ലെ? അപ്പൊ 5 units എത്രയാണ്? 30 minutes ആണ്. 30 minutes ആണ്. പക്ഷെ ഇതാണോ ആക്ച്വൽ ടൈം? കറക്റ്റ് ടൈം ഇതാണോ? 30 minutes ആണോ? 40 km/h പോകുമ്പോൾ അത് എടുക്കുന്നത് 30 minutes ആണെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? 40 km/h പോകുമ്പോൾ ആ ട്രെയിൻ 30 minutes എടുക്കും. 30 minutes എടുക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷെ ഇത് കറക്റ്റ് ടൈം ആണോ? അല്ല. അങ്ങനെ പോകുമ്പോൾ അത് എത്ര മിനിറ്റ്സ് ലേറ്റ് ആണ്? 11 minutes ലേറ്റ് ആണ് അല്ലെ? 40 km/h പോകുമ്പോൾ 30 minutes എടുക്കുന്നുണ്ട്. ആ 30 minutes എടുക്കുമ്പോൾ അത് 11 minutes ലേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ടൈം എത്രയാണ്? ആക്ച്വലി അത് എത്തേണ്ടത് എപ്പോഴാ? 19 മിനിറ്റിലല്ലേ എത്തേണ്ടത് അല്ലെ? ആക്ച്വലി നോർമലി അത് കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് 19 minutes ആണ്. പക്ഷെ അത് 40 km/h പോയത് കൊണ്ട് മാത്രം 11 മിനിറ്റ് ലേറ്റ് ആയി 30 മിനിറ്റ് എത്തി. അതാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു തിരുത്ത് മാത്രമേ ഉള്ളൂ. മീൻസ് ചെറിയൊരു ട്വിസ്റ്റേ ഉള്ളൂ അവസാനം. അത് നോക്കണം. കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ലേറ്റ് ആയ ടൈം അല്ല. ആ ലേറ്റ് ആയ ടൈം കൂടെ കുറച്ചിട്ടുള്ള 19 മിനിറ്റിലാണ് ആക്ച്വലി എത്തേണ്ടത്. ബട്ട് 40 km/h പോയത് കൊണ്ട് മാത്രം അത് 11 മിനിറ്റ് ലേറ്റ് ആയി 30 മിനിറ്റ്സിലാണ് എത്തിയത്. അപ്പൊ കറക്റ്റ് ടൈം ആ 30 നിന്ന് 11 കുറയ്ക്കണം, 19 ആണ്. മനസ്സിലായോ അഭിരാമേ? കിട്ടിയോ അഭിരാമേ? ശരത്തെ മാർക്ക് പോയോ? ശരത്ത് പോയോ? ശരത്തുണ്ടോ? കിട്ടിയോ? എല്ലാം കിട്ടിയില്ലേ? ആ കിട്ടി. ഓക്കെ, പെട്ടെന്ന് ചെയ്തേ. സെയിമാണ്. Four, 5, 5, 4. 1 minute. 1 minute in the 5 minutes later, 10 minutes before. 5 minutes later, 10 minutes before 15 minutes. 15 minutes അല്ലെങ്കിൽ 15/60 1/4 hours. 1/4 hours. 1 unit 1/4 ആണെങ്കിൽ 4 units എന്ന് പറയുന്നത് 1 hour. 4 units എന്ന് പറയുന്നത് 1 hour.
1 hour 5 kilometer per hour പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് 5 കിലോമീറ്റർ. അല്ലെങ്കിൽ ഫോർ ചേഞ്ച് ഈ ഒരു ഭാഗം എടുത്തോണ്ടല്ലോ, ഏത് ഭാഗം എടുക്കും ശരിയല്ല. 5 കിലോമീറ്റർ ആണ് ആൻസർ. കിട്ടിയില്ലോ അല്ലേ എല്ലാവർക്കും? ആർക്കെല്ലാം കിട്ടാത്തതുണ്ടോ? ശരത്ത് കമന്റ് ചെയ്യുന്നില്ലല്ലോ. കിട്ടിയായിരുന്നു ശരത്ത്? കിട്ടി കിട്ടി. ഓക്കെ, അടുത്തത് നോക്കട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജയിക്കാം, അല്ലെങ്കിൽ ഹോംവർക്ക് എഴുതി. ഹോംവർക്ക് ആക്കി 7 homework. Type 1 7 homework. Next is type 3. Type 2 7. Type 2 ആയില്ല നമ്മൾ. Okay, type 3. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കണ്ടം ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. കിട്ടില്ല. നമുക്ക് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ കണ്ടിട്ട് റേഷ്യോ എഴുതും. സ്പീഡിന്റെ റേഷ്യോ എഴുതും. സ്പീഡ് നോക്കിയിട്ട് റേഷ്യോ എഴുതും. ഇവിടെ നിങ്ങൾക്ക് ഡയറക്ട്ലി റേഷ്യോ തന്നേക്കുവാണ്. ബൈ വാക്കിംഗ് 3/4 of his usual speed, a man reaches office 20 minutes late than his usual time. അപ്പം ഞാൻ ഫസ്റ്റ് ഇപ്പൊ 3/4 എന്നല്ലേ പറയണേ, ഞാൻ അസ്യൂം ചെയ്യാണ് ബൈ വാക്കിംഗ്. അയാളുടെ യൂഷ്വൽ സ്പീഡ് എന്ന് പറയുന്നത് 4 km/h ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. അയാളുടെ യൂഷ്വൽ സ്പീഡ് എന്ന് പറയുന്നത് 4 km/h ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യും. അങ്ങനെ പോകുമ്പോൾ അയാള് 10 മണിയാവുമ്പോൾ ഓഫീസിൽ, ആ സ്പീഡിലാണ് അയാൾ പോകുന്നതെങ്കിൽ അയാൾ 10 മണിയാവുമ്പോൾ ഓഫീസിൽ. പിറ്റേന്ന് അല്ലെങ്കിൽ വേറൊരു ദിവസം അയാൾ പോകുന്നത് 3/4 of his usual സ്പീഡിലാണ്. 3/4 എന്ന് പറയുമ്പോൾ എത്രയായി? 4 × 3/4. യൂഷ്വൽ സ്പീഡിന്റെ 3/4. 4 ഉം 4 ഉം ക്യാൻസൽ ആയി. 3 km/h പോകുന്നത്. 3 km/h പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അയാൾക്ക് എന്താ സംഭവിക്കുന്നത്? ഹി ഈസ് ലേറ്റ് ബൈ 20 minutes. അയാൾ 20 മിനിറ്റ് ലേറ്റ് ആവും. 10:20 എത്തുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഹിസ് യൂഷ്വൽ ടൈം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. യൂഷ്വൽ ടൈം എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റിൽ അയാൾ ഓഫീസിൽ എത്തുന്ന. ഈ 10 മണി എന്ന് പറഞ്ഞാൽ ഞാൻ അസ്യൂം ചെയ്ത ആ ടൈം അല്ല ചോദിച്ചേക്കുന്നത്. വീട്ടിൽ നിന്ന് ഓഫീസിൽ എത്താൻ വേണ്ടി അയാൾ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് നോർമലി എന്താ ചെയ്യുക?
ഡിസ്റ്റൻസ് സെയിം ആണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സ്പീഡിന്റെ റേഷ്യോ എടുക്കുക. സ്പീഡിന്റെ റേഷ്യോ എന്താ 4:3 ആണ്. അപ്പം ടൈമിന്റെ റേഷ്യോ എന്താ 3:4 ആണ്. 3:4 ആണ്. ഈ 1 യൂണിറ്റ് ഡിഫറൻസ് അതെന്ന് പറയുന്നത് എന്താണ് 20 മിനിറ്റ്സ് ആണ് അല്ലെ. 20 മിനിറ്റ്സ് ആണ്. 20 മിനിറ്റ്സ് 1 യൂണിറ്റ് ആണെങ്കിൽ നോർമലി അയാൾ പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് 4 km/h അല്ലേ. അതല്ലേ നമ്മൾ അയാളുടെ യൂഷ്വൽ സ്പീഡായിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോർമലി പോകുന്ന 4 km/h ആണ്. അതിന് അയാൾ എടുക്കുന്ന നോർമൽ ടൈം എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ്. യൂണിറ്റ്സിൽ പറയുകയാണെങ്കിൽ 1 യൂണിറ്റ് 20 ആകുമ്പോൾ 3 യൂണിറ്റ്സ് എന്താവും 60 മിനിറ്റ്സ് ആവും. അപ്പം 4 km/h അതാണ് അയാളുടെ യൂഷ്വൽ സ്പീഡ്. ആ യൂഷ്വൽ സ്പീഡിൽ അയാൾ പോയി കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി അയാൾ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഈ അസംഷൻ ഒന്നും വേണ്ട, ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 3/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ്. അപ്പോൾ യൂഷ്വൽ സ്പീഡിന്റെ 4 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് സ്പീഡ് അല്ലെങ്കിൽ പിന്നീട് പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഈ 3/4 അടിയിൽ കിടക്കുന്ന എന്താണോ അതാണ് യൂഷ്വൽ സ്പീഡ്. ഓക്കെ, ഇതാണ് പിന്നെ ചേഞ്ച് ആയിട്ടുള്ള സ്പീഡ്. അപ്പൊ റേഷ്യോ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ എഴുതാം, 4:3 എന്ന് എഴുതാം. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് 3:4 ഇവിടുന്ന് എഴുതാം. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 യൂണിറ്റ് 20 മിനിറ്റ് ആണെങ്കിൽ ഇതാണ് യൂഷ്വൽ സ്പീഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ആണ് 3 യൂണിറ്റ്സ്. അപ്പൊ 3 × 20 is 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സിലായിരിക്കും അയാൾ എത്തുന്നത്. ഇനി അയാൾ റെഡ്യൂസ്ഡ് ആയിട്ട് പോയപ്പോൾ എടുത്ത ടൈം എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് 3 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആണ്. അപ്പൊ 4 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 × 20 80 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഏത് വേണേലും ചോദിക്കാം. റെഡ്യൂസ്ഡ് ടൈമും ചോദിക്കാം, യൂഷ്വൽ ടൈമും ചോദിക്കാം. ഓക്കെ, റെഡ്യൂസ്ഡ് ടൈം ആണെങ്കിൽ ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. യൂഷ്വൽ ടൈം ആണെങ്കിൽ ഈ 4ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ട് മൾട്ടിപ്ലൈ. ഓക്കെ, മനസ്സിലായോ ശരത്തെ? അജയൊക്കെ എല്ലാവരും പോയോ? അജയ് പോയെന്ന് മനസ്സിലായി. പറഞ്ഞു ശരത്ത് ഓക്കെ ആണോ? കിട്ടിയാണോ ശരത്തെ? നവിനുണ്ടല്ലോ, നവിന് എപ്പോഴും കിട്ടും. സ്ഥിരമായിട്ട് വരുന്നവർ ഓർത്തിരിക്കും, വല്ലപ്പോഴും വരുന്നവർ ഓർത്തിരിക്കില്ല. നവിന് നീ എപ്പോഴും വരാറുണ്ടല്ലോ. അങ്ങനെയാണ് ഇതൊന്നും ചെയ്തേ. ഈ ഗോകുലും നിർമ്മലൊക്കെ ആണെങ്കിൽ അവിടെ ഒന്നും ഒരിക്കലും ക്ലാസ് ഒന്നും മുടക്കിയിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഓർത്തിരിക്കും. നോക്കി അങ്ങോട്ട് പേരെങ്ങനെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. 7:6 ആണ് അല്ലെ. ടൈമിന്റെ റേഷ്യോ 6:7 ആയി. ഈ 1 യൂണിറ്റ് ആണ് 12 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ 6 × 12 72 മിനിറ്റ്സ്. യൂഷ്വൽ ടൈം 7ന്റെ കറസ്പോണ്ടിങ് ആണ്. 72 മിനിറ്റ്സ് ആണ് യൂഷ്വൽ. റെഡ്യൂസ്ഡ് ടൈം ആണെങ്കിലോ അല്ലെങ്കിൽ ഈ സ്പീഡിൽ പോകുമ്പോഴാണെങ്കിലോ 7 × 12 84 റെഡ്യൂസ്ഡ് ആണെങ്കിൽ 84 മിനിറ്റ്സ്, അല്ലെങ്കിൽ യൂഷ്വൽ ആയതുകൊണ്ട് ഡയറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ പെട്ടെന്ന് ചെയ്തേ. ആ 6/7 അല്ലേ. അപ്പൊ 7:6 കഴിഞ്ഞാൽ 6:7 അല്ലേ. യൂഷ്വൽ സ്പീഡ് is man is 25 minutes late. 1 unit is 25. യൂഷ്വൽ ടൈം എത്ര? 6 × 25 120 അല്ല 125 150 minutes. 150 minutes എന്ന് പറയുമ്പോൾ 2 hours and 30 minutes. 2.5 hours. അഭിരാം ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. എല്ലാവർക്കും കിട്ടാത്തതുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ പറയാം. ആ കിട്ടുവരെ ഉള്ളൂ. കിട്ടുന്നതിൽ ഒരാൾ ഞാനാണ്. 5-6 പേരൊന്നും വരില്ല എന്ന് പറഞ്ഞില്ല.
ബാക്കി 2-3 പേര് മതി പറഞ്ഞൊന്നും പറഞ്ഞില്ല. അവിടെ രണ്ട് ക്ലാസ് കിട്ടി. നമ്മൾ പിന്നെ ചുമ്മാ തോന്നുമ്പോ വന്നിട്ട് തോന്നുമ്പോ ഇറങ്ങി പോകാതെ സത്രം പൈസയൊക്കെ തന്നെ ശരി. കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണ് നിങ്ങൾ ആരായി. A man with 3/5 of his usual speed reached their destination 2.5 hours. Find his usual time. എളുപ്പമാണത്. ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോ. ഫോർത്ത് വൺ നിങ്ങൾ ചെയ്തോ. തരാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോ ഞാൻ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. യൂഷ്വൽ ടൈം ടു കവർ ദി സെയിം ഡിസ്റ്റൻസ് നിങ്ങൾ ചെയ്തോ. ഞാൻ ഈ ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 4 5 മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം, ഞാൻ ചെയ്യിക്കാം. ആറാമത്തെ ചെയ്യുന്നേ. ഇതൊക്കെ നാളെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺവെൻഷൻ മെത്തേഡ് ആ ഇക്വേഷൻ ഉപയോഗിച്ചും കൂടെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതും കൂടെ ഒന്ന് തറവാക്കുക. ഏതാണ് നമുക്ക് എക്സാമിന് ഓർമ്മ വരിക എന്ന് പറയാൻ പറ്റത്തില്ല. 7/11 of its usual speed അല്ലേ. It's on speed reached its place in 22 hours. 22 മണിക്കൂറിൽ എത്തിയെന്നാണ്. അപ്പൊ ആക്ച്വൽ സ്പീഡിന്റെ റേഷ്യോ 11:7 ആണ്. ടൈമിന്റെ റേഷ്യോ 7:11 ആണ്. അപ്പൊ ഇതിന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ട്രെയിൻ റണ്ണിങ് അറ്റ് 7/11 ഓഫ് ഇറ്റ്സ് ഓൺ സ്പീഡ്. അപ്പൊ 11 ആയിരുന്നെങ്കിൽ 7-ൽ ഓടുന്ന ഒരു ട്രെയിൻ റീച്ച് ദ പ്ലേസ് ഇൻ 22 hours. അതായത് 7-ൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിൻ റീച്ച് ദ പ്ലേസ് ഇൻ 22 hours എന്നാണ് പറയുന്നത്. ആക്ച്വലി 7-ൽ ഓടിയാൽ എത്തേണ്ട എത്ര 11 യൂണിറ്റ്സ് ആണ്. ആ 11 യൂണിറ്റ്സ് ആണ് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് 22 hours എന്ന് പറയുന്നത്. അപ്പൊ 1 യൂണിറ്റ് എത്രയാണ് 2 hours ആണ്. 1 യൂണിറ്റ് 2 hours ആണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് how much time could be saved if the train would run at its own speed. നോർമൽ സ്പീഡിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം സേവ് ചെയ്യാനാണ്. നോർമൽ ടൈം എന്ന് പറയുന്നത് എത്രയാ, നോർമൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 11 അല്ലേ. അപ്പൊ 11ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 7 യൂണിറ്റ്സ് ആണ്. അപ്പൊ 7 × 2 14 hours ആക്ച്വലി അത് യൂഷ്വൽ ടൈമിൽ എത്തുന്നത്. യൂഷ്വൽ ടൈം എന്ന് പറഞ്ഞാൽ 14 hours ആണ്. പക്ഷെ സ്പീഡ് കുറച്ച് 7-ൽ റൺ ചെയ്തുകൊണ്ട് അത് എപ്പോഴാണ് എത്തിയത് 22 hours എത്തിയത്. അപ്പൊ ആക്ച്വൽ സ്പീഡിൽ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര അവേഴ്സ് ലാഭിക്കാൻ പറ്റും. 22-ൽ നിന്ന് 14 എത്തില്ലേ, എത്ര അവേഴ്സ് ലാഭിക്കാൻ പറ്റും 8 hours ലാഭിക്കാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ടൈമിന്റെ റേഷ്യോയിൽ നിന്ന് ആക്ച്വലിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് പല തരത്തിൽ തരും. ചിലപ്പോൾ സമ്മ് തരും, ചിലപ്പോൾ ഡിഫറൻസ് തരും. അത് രണ്ടും നമ്മളിപ്പോ ചെയ്യും. ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ടൈം തന്നു. ഈ 7-ൽ റൺ ചെയ്തപ്പോൾ 22 hours എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11 യൂണിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് 22 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അവിടുന്ന് ബാക്കിയെല്ലാം സെയിം ആണ്. എങ്ങനെ ആക്ച്വൽ ഡാറ്റയിലേക്ക് എത്താം എന്നുള്ള ആ ഒരു ഗ്രാമറിലോ അല്ലെങ്കിൽ ആ ഒരു തന്ന ഡാറ്റയിലോ ചേഞ്ച് ഉണ്ടാവാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചെയ്യുന്ന മെത്തേഡ് ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും ആർക്കും കിട്ടാത്തതുണ്ടോ? ശരത്ത് കമന്റ് ചെയ്യുന്നില്ലല്ലോ, കിട്ടുന്നില്ലേ? നകുലെ കിട്ടിയായിരുന്നു? ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് ചെയ്യേ.
ആൻസർ എനിക്ക് അറിയത്തില്ല, ഇത് ഞാൻ കയ്യിൽ നിന്ന് ഇട്ടാന്ന് തോന്നുന്നു. ആക്ച്വലി 1 hour 40 minutes and 48 seconds. ഇതിനെ എങ്ങനെ നിങ്ങൾ അവറിലേക്ക് അല്ലെങ്കിൽ മിനിറ്റിലേക്ക് ആക്കാം? എങ്ങനെ ആക്കും? ഒരു ബാക്കി സെയിം അല്ല. ഇപ്പം റേഷ്യോ എന്ന് പറയുന്നത് 7:5 ആണ്. ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:7 ആയിരിക്കും. 5:7 ആയിരിക്കും. ഈ ഒരു 2 യൂണിറ്റ്സ് ആണ് ഈ തന്നിരിക്കുന്ന സാധനം. ഇതിനെ എങ്ങനെ നിങ്ങൾ മിനിറ്റിലേക്ക് അല്ലെങ്കിൽ അവറിലേക്ക് ആക്കാം? ഞാനാണെങ്കിൽ ഇതിനെ മിനിറ്റിലേക്ക് ആക്കും. മിനിറ്റിലേക്ക് ആക്കുന്ന എങ്ങനെയാണ്? 1 hour എന്ന് പറഞ്ഞാൽ 60 minutes ആണ്, പ്ലസ് 40 minutes 100 minutes അവിടെ കിട്ടി. പിന്നെ ഈ 48 സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റും, ഡിവൈഡഡ് ബൈ 60. അപ്പം 4 times പോയി, 5 times ആയി. 100 500 504 by 5 minutes എന്ന്. 504 by 5 minutes എന്ന്. ഓക്കെ, അതിന് വേണമെങ്കിൽ ഡിവൈഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ അവറിലേക്ക് മാറ്റാം. ഈ 2 യൂണിറ്റ്സ് ആണ് 504 by 5 എന്ന് പറയുന്നത്. 1 യൂണിറ്റ് എത്രയായിരിക്കും? 252 by 5. ചോദിച്ചിരിക്കുന്നത് യൂഷ്വൽ സ്പീഡ് ഓഫ് ദ കാർ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? യൂഷ്വൽ സ്പീഡ് ഓഫ് ദ കാർ. സ്പീഡ് എങ്ങനെയാണ്? ഒരു ഡിഫറൻസ് അല്ലല്ലോ. മൈക്ക് ഓക്കെ 5/7th സ്പീഡില് covers 42 kilometers in 1 hour 40 minutes and 48 seconds എന്നാണ് അല്ലേ? 1 hour 40 minutes and 48 seconds. യൂഷ്വൽ സ്പീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോർമൽ സ്പീഡ് 7 ആണെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്പീഡ് 5 ആണ്. ഓക്കെ, അപ്പം നമുക്ക് 42 കിലോമീറ്റേഴ്സ് ഇത്രയും ടൈമിലാണ് പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 divided by 1 hour 40 minutes 48 seconds. ഇതായിരിക്കും അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. ആ സ്പീഡാണ് ഈ തന്നിരിക്കുന്ന 5 യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 7 യൂണിറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? ഒരു ക്വസ്റ്റ്യൻ ഇത് എക്സാമിന് വന്നതാണെന്ന് എനിക്ക് തോന്നാൻ അങ്ങനെ കഴിഞ്ഞിട്ടായി. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നേ? ഈ സ്പീഡ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ 1 hour 40 minutes 48 seconds നമ്മൾ 504/5 മിനിറ്റ് എന്ന് എഴുതി. അതിനെ അവറിലാക്കാൻ 504/300 എന്ന് എഴുതാം. 504/300 hours എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 42 divided by 504 divided by 300, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 42 into 300 by 504 എന്ന് എഴുതാം സ്പീഡ്. ഇതാണ് 5 യൂണിറ്റ്. 5 യൂണിറ്റ് ഇതാണ് എന്ത്? 42 into 300 by 504 ആണ്. 5 ഇതും പോയി 60 ആയി. 42 into 60 by 504 ആണ് 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 7 യൂണിറ്റ് എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 42 into 60 by 504 into 7 ആണ്. 7 times 2 42 72 6 പോകുന്നു. 10 times ഇത് എത്ര ടൈംസ്? 12 ടൈംസ്. ഇത് 5 ഇത് 6 7 42 35 54 വരാൻ ചാൻസ് ഇല്ല. 7ന്റെ മൾട്ടിപ്പിൾ വേണ്ട, പിന്നെ ഫ്രാക്ഷൻസ് വരുന്നോണ്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. 35 ആർക്കും കിട്ടിയോ? ഞാൻ പറയാം.
A car traveling with 5/7 of its usual speed. 5/7 of its usual speed എന്ന് പറഞ്ഞാൽ യൂഷ്വൽ സ്പീഡ് 5 ആയിരുന്നെങ്കിൽ ഇപ്പൊ പോകുന്ന സ്പീഡ് യൂഷ്വൽ സ്പീഡ് 7 ആയിരുന്നെങ്കിൽ ഇപ്പൊ പോകുന്ന സ്പീഡ് 5 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 5/7 പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്പീഡ് 7 ആണെങ്കിൽ ഇപ്പോൾ അത് പോകുന്നത് 5-ലാണ് എന്നാണ് ആ മീനിങ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ പോകുന്ന ഒരു ട്രെയിൻ 42 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി 1 hour 40 minutes and 48 seconds എടുക്കുന്നു എന്നാണ് പറയുന്നത്. 1 hour 40 minutes and 48 seconds എടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്റ്റൻസ് എത്രയാ? 42 കിലോമീറ്റർ ആണ്. ഡിവൈഡ് ബൈ 1 hour 40 minutes 48 seconds. ഓക്കെ, അപ്പൊ ഇതിനെ മൊത്തത്തിൽ എനിക്ക് അവറിലേക്ക് മാറ്റണം. അതിനുവേണ്ടി 1 hour 40 minutes and 48 seconds 1 hour 40 minutes 100 minutes എന്ന് എടുത്തു പ്ലസ് 48/16. അപ്പൊ അതും മിനിറ്റ് ആയി. സെക്കൻഡ്സിനെ ഡിവൈഡ് ബൈ 16 അതും മിനിറ്റ് ആയി. അപ്പൊ 12 വെച്ച് കട്ട് ചെയ്യാം. 4 5 ടൈംസ് പോയി. 5 × 100 500 + 4 504/5 മിനിറ്റ്സ് എന്ന് എഴുതി. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ 42 കിലോമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ബൈ 16 കൂടെ ചെയ്ത് ഇതിനെ അവർ ആക്കി. 504 / 300 hours എന്ന് കിട്ടി. 504 / 300 hours എന്ന് കിട്ടി. എന്ത് ടൈം? ഓക്കെ, അപ്പൊ ആ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 42 / 504 അടിയിലെ 300 മുകളിലേക്ക് ഇൻറ്റു 300 സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എപ്പോഴത്തെ സ്പീഡാ? 7-ൽ പോവേണ്ടത് 5-ൽ പോകുമ്പോഴുള്ള സ്പീഡാണ്. ഓക്കെ, അതായത് നമ്മുടെ 5 യൂണിറ്റ് ആണ് ഈ കിടക്കുന്നത് അല്ലെ. അപ്പൊ 5 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 42 × 300/504 ആണ്. 504 ആണ്. അപ്പൊ 5 പോയി കട്ടായി 60 ആയി. 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 42 × 60/504 ആണ്. നമുക്ക് വേണ്ടത് നോർമൽ സ്പീഡ്. അത് എത്രയാണ് നമ്മൾ എടുത്തത്? 7 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ 7 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 42 × 60/504 × 7. ഓക്കെ, 7 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. 7 ടൈംസ് പോകും. 14 2 72. 6 വെച്ച് കട്ട് ചെയ്യാം. 10 ഇവിടെ 12. ഓക്കെ, ഇനി എന്ത് വെച്ച് കട്ട് ചെയ്യാം? 5 6 6 7 42. 7 × 5 35 കിലോമീറ്റർ പോകാം. ഇങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റീവ് ആക്കുന്നത്. പക്ഷെ ആക്ച്വലി ദിസ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റീവ് ആണെന്ന് മാത്രം, അല്ലാണ്ട് ഇതിൽ വേറെ വലിയ വ്യത്യാസം വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ കാൽക്കുലേറ്റീവ് ആക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വിൽ ടേക്ക് സം ടൈം. ഓക്കെ, മനസ്സിലായോ ഈ സാധനം ചെയ്ത? 7:5 ചെയ്ത മനസ്സിലായോ? ശരത്തൊക്കെ ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഇത് ഞാൻ എന്തായാലും നാളെ ചോദിക്കും. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ്, പക്ഷെ ഇത്തിരി ഒന്ന് തിരിച്ചിട്ടുണ്ട്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ. ഇത് ഞാൻ എന്തായാലും നാളെ ചോദിക്കും. ഓക്കെ, ഇതെന്തായാലും ചെയ്യും. ഇതും പിന്നെ ഇതിനു മുന്നേ ഇതിനൊക്കെ നിങ്ങൾ ചെയ്യുക കഴിഞ്ഞു. ഇതൊന്ന് എന്തായാലും ചെയ്യും. കൺസെപ്റ്റ് ക്ലിയർ ആയിക്കോളും. ഇതുകൂടെ ചെയ്യും. ഓക്കെ, ഇത് ഞാൻ എന്തായാലും നാളെ ചെയ്യും. അപ്പൊ ആ ടൈപ്പ് കഴിഞ്ഞു. അടുത്ത ടൈപ്പ് 4 ആണ്. 40 minutes ഇതിന് ഞാൻ ഒരു ഇക്വേഷൻ പഠിക്കും. ഇത് മടുത്തു. ഞാൻ നാളെ എടുത്താൽ പോലും മതിയോ? നാളെ നമുക്കൊരു എനിക്ക് കാണാൻ പറ്റുമോ അറിയില്ല, നോക്കട്ടെ. നാളെ എടുത്താൽ മതിയോ? ഓക്കെ, 2 ടൈപ്പ് കൂടി ഉണ്ടായിരുന്നു. എന്തായാലും 2 ടൈപ്പ് തീരത്തില്ല. പിന്നെ ആളും കുറവാണ്. നാളെ എടുക്കാൻ പറഞ്ഞു. ഇത്രയും ടൈപ്പ് 3 വരെ മര്യാദയ്ക്ക് പഠിച്ചിട്ട് വരും. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യണമെന്നില്ല. ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ടില്ല. ടൈപ്പ് 3 വരെ മര്യാദയ്ക്ക് പഠിച്ചിട്ട് വരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിത് PDF ഷെയർ ചെയ്യാം. ഇത് ടൈപ്പ് 4 5 ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. നോട്ട് എ പ്രോബ്ലം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ആർക്കെങ്കിലും പഠിപ്പിച്ചതിലൊക്കെ? ഇതിൽ നിർത്താം.
അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഉറങ്ങുന്നില്ല ആർക്കും അല്ലേ? ഓക്കെ.